എന്താ കഥ? ഓക്കെ, തുടങ്ങാം. തുടങ്ങല്ലേ? ഇനി ആള് വന്നോളൂ. കലാപരിപാടി എത്ര മണിക്കാ പറഞ്ഞിരിക്കുന്നത്? 8 മണിക്കാ. എത്രയ്ക്കാ? അപ്പൊ 7, 8 മണിയാകുമ്പോഴത്തേക്കും ബാക്കി ആളുകളൊക്കെ വരും. അപ്പൊ നിങ്ങൾ സീറ്റ് കിട്ടൂല, അതുകൊണ്ടാണ് മുന്നിരിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഉത്സവല്ലേ? ഹലോ സുഹൃത്തുക്കളെ, ഇരിക്കും. നിങ്ങൾ ഇവിടെ ഇരിക്കും. മുന്നിൽ വന്നിരിക്കും, ബാക്കിലൊന്നും ഇരിക്കുന്നേ. കാല് മടങ്ങിക്കോളൂ, മുന്നിരുന്നാൽ മതി. കാല് നീട്ടിയിരിക്കാലോ. അപ്പോ നമ്മുടെ ഉത്സവത്തിന്റെ വിവിധ പരിപാടികൾ, ഇന്ന് കലാപരിപാടികളുണ്ട്, നാളെ അതിലേറെ പരിപാടിയുണ്ട്, സാംസ്കാരിക സമ്മേളനമുണ്ട്. അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഗംഭീര ഉത്സവല്ലേ? 29 മുതൽ മെയ് 1 തീയതി വരെ നീണ്ടു നിൽക്കും. നിരവധി പരിപാടികളുണ്ട്. അവസാന ദിവസം മ്യൂസിക് നൈറ്റോട് കൂടി സമാപിക്കും. നാളെ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു സഹായ സഹകരണമൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്ന ഒരു വ്യക്തി വരുന്നുണ്ട് അല്ലേ? വത്സൻ മഠത്തിൽ വരുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം. എല്ലാ ആളുകളും വന്നിട്ട് പരിപാടിയിലൊക്കെ പങ്കെടുക്കും. നമ്മൾ ധാരാളം ആളുകളുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നല്ലോണം സഹകരിക്കുന്ന നാട്ടുകാരാണെന്നൊക്കെ മനസ്സിലായാൽ അങ്ങനെയുള്ളവർ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാം സുഹൃത്തുക്കളെ. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഈ ആഘോഷങ്ങളെല്ലാം ഉണ്ടല്ലോ, കലാപരിപാടികളൊക്കെ. ഈ ആഘോഷ പരിപാടികളെല്ലാം പിന്നെ എഴുന്നേറ്റ് പോകണം. കസേര ഇപ്പോഴാക്കി എന്നാലും കൊണ്ടില്ലേ ഇരുന്നല്ലോ. കസേരയൊക്കെ മുന്നോട്ട് ഇടും, ബാക്കോട്ട് പോകാതെ. ആളുകൾ മുന്നിൽ ഉണ്ടാവുമ്പോഴേ പ്രഭാഷണം പറയാൻ പറ്റുള്ളൂ, അറിയോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. കണ്ടുകൊണ്ട് പറയണം, അല്ലെങ്കിൽ നമ്മൾ റേഡിയോയിൽ പറയും പോലെയാവും അല്ലേ? അപ്പൊ തെക്കുംകുറ്റിക്കാരോട് പിന്നെ ഞാൻ മിക്കവാറും കൊല്ലം തോറും വരുന്നതുകൊണ്ട് ഒരു പുതുമയില്ല എന്നുള്ളത് കൊണ്ട് അല്ലേ, എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം. പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കും അറിയാം. അങ്ങനെയാണ്, അതുകൊണ്ടാണ് കുറച്ച് എന്താട്ടെ. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ഈ ഉത്സവം എന്ന് പറയുന്നത്, ആഘോഷങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? പറയാമോ? എന്താ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നില്ല, ഒറ്റയ്ക്ക് രണ്ടുപേരും? നിങ്ങൾ കുഞ്ഞുകുട്ടീനെ പുറകിലിരിക്കുന്നത്. ഈ ഉത്സവ പരിപാടികൾ നമുക്ക് ആഘോഷിച്ച് സന്തോഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആലോചിച്ച് പറഞ്ഞാൽ മതി, സമയം തരാം. പറയും അല്ല, പിന്നെയോ നമുക്ക് അതിൽ നിന്ന് കുറെയൊക്കെ പഠിക്കാനുണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. എന്തിനാണ് നമ്മുടെ ഈ ക്ഷേത്രവും നമ്മുടെ ഉത്സവവും പരിപാടികളും ആചാരാനുഷ്ഠാനങ്ങളും പൂജാതി കർമ്മങ്ങളും ഒക്കെ ആർക്ക് വേണ്ടിയാ? ദേവിക്ക് വേണ്ടിയാണോ? നമുക്ക് വേണ്ടിയിട്ടാ. അപ്പൊ നമുക്ക് രക്ഷപ്പെടണം അല്ലേ? അപ്പൊ നിങ്ങൾ മുന്നോട്ട് ഇരിക്കണേ. ഇവരെന്താ നിങ്ങൾ ദൂരെ ഇരിക്കുന്നേ? ഇവിടെ വന്നിരിക്കും. ഇവിടെയൊക്കെ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഇരിക്കാമല്ലോ. ഇതെന്തിനാ അങ്ങോട്ട് പോയത്? എന്തോ വിരോധമുണ്ടോ? ആ തോട്ടുമുഖത്ത് വന്നവരൊക്കെ എന്ത് ചെയ്യും? അവര് കുറച്ചും കൂടി പേടിയില്ലാത്ത ഒരാള് പുറകോട്ട് പോലെ കസേരയായിട്ട് അപ്പൊ എനിക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാ കസേരയായിട്ട് മുന്നിൽ ഇരിക്കും കേട്ടോ. അവര് പിന്നെ പുറകോട്ട് പോവാണ്. പായ്ക്ക് പുറത്ത് പോയിരിക്കല്ലേ, അത് അങ്ങോട്ട് മറിഞ്ഞു വീഴും. ഇങ്ങോട്ട് വെച്ചിട്ടൂടെ? എന്തത് ഇങ്ങോട്ട് പോലെ എവിടെ കൊണ്ടുവന്നില്ല. മുന്നിൽ ആ കുട്ടീന്റെ അടുത്ത് ഇപ്പറേ എന്താ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇനി ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇഷ്ടമുള്ള എടുത്തിരിക്കും. ഞാൻ നിർബന്ധിച്ച് വരുത്തിയിട്ട് കാര്യമില്ല. EP ഉണ്ണികൃഷ്ണേട്ടാ, രണ്ടുപേര് നിങ്ങൾ അവിടെ നടന്നു പോകുന്ന ഞാൻ കണ്ടായിരുന്നു കേട്ടോ. സെക്യൂരിറ്റി വഴി വരുമ്പോഴേ അവിടുന്ന് വരുമ്പോ അപ്പൊ ഞാൻ വിചാരിച്ചൊന്നും വരുന്നില്ലേ? സന്തോഷം. എന്താ എനിക്ക് അപ്പൊ തുടങ്ങാം അല്ലേ? നേരത്തെ തന്നെ തുടങ്ങി. അപ്പൊ നമ്മുടെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പരിപാടികളെല്ലാം ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്കാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ കുറെ ജീവിതത്തിന്റെ ഗുണപാഠങ്ങൾ പഠിക്കാറുണ്ടല്ലേ? നമ്മുടെ ജീവിതത്തിൽ കുറെ ആഗ്രഹങ്ങളില്ലേ? നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടോ? ആരും വേണ്ടുന്നില്ല. ഒരാഗ്രഹം ഇല്ലാത്തവരോട് എത്ര പേരുണ്ട്? അവരെഴുന്നേറ്റേക്ക് അവരെ ഓടിക്കണം. ആഗ്രഹങ്ങളില്ലേ? ഒന്ന് സമാധാനം വേണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പറയും. ആരും മിണ്ടുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? അമ്മമാർ 2 പേരുണ്ടല്ലോ. സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിൽ സന്തോഷം വേണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അഭിവൃദ്ധി വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതല്ലേ നമ്മുടെ ലക്ഷ്യം. ശാന്തി, സമാധാനം, അഭിവൃദ്ധി, സന്തോഷം കുടുംബത്തിൽ, നാട്ടിൽ. അത് തന്നെ. പിന്നെയോ ജീവിതത്തിൽ അവസാനം താവണം നമുക്ക് മോക്ഷം, അഥവാ ഈശ്വരന്റെ പാദത്തിൽ നമുക്ക് ചെന്ന് ചേരണം. അങ്ങനെയല്ലേ? രാമപാദം ചേരണേ മുകുന്ദ രാമപാഭിമ. അങ്ങനെയാണോ? ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ? ആണോ?
അപ്പൊ ഈ ആഗ്രഹങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അത്തരം ഈ ഉത്സവങ്ങളിലൊക്കെ തന്നെയും അതുപോലെ നമുക്ക് ജീവിതത്തിൽ പ്രയോജനകരമായ നിരവധി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സനാതന മൂല്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിവിധ തരത്തിൽ. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ പരിപാടിയിലും അതുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ആധ്യാത്മിക പ്രഭാഷണവും. ആണോ? അല്ലേ? അതെ, നമുക്ക് വലുതും മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഏതായാലും എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം, നമ്മുടെ ദേവിക്ക് എപ്പോഴാണ് നമ്മളെ ഇഷ്ടപ്പെടുക. നിങ്ങളിൽ ആരെയാണ് ഏറ്റവും അധികം ദേവിക്ക് ഇഷ്ടം? ആർക്കാ? ആരെയാ ഏറ്റവും അധികം ഇഷ്ടം? നിങ്ങൾ ആരെങ്കിലും ആണോ? നമ്മുടെ ദേവിയില്ലേ, ദേവി, ഈ ദേവിക്ക് അതുപോലെ തന്നെ ശാസ്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ അഥവാ ഭക്ത ഇവിടെ ഇരിക്കുന്നതിൽ ആരാണ്? ആർക്കും അറിയാൻ പറ്റും എന്നെ ആയിരിക്കും ഏറ്റവും ഇഷ്ടം ദേവിക്ക്? നമുക്കറിയില്ല അല്ലേ? ദേവിയോട് ചോദിക്കാനും പറ്റത്തില്ല. നിങ്ങളെല്ലാം ഇഷ്ടമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾ നല്ല ഭക്തരല്ലേ? എന്ന് ഞാൻ പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പറയട്ടെ, അത് ഇവരെയാണോ ഏറ്റവും ഇഷ്ടം? ഈ 3 പേരെ? അവരെ ആണോ? നോക്കാം. അതിൽ പറയുന്നത് ദേവീ ദേവന്മാർക്ക് അഥവാ ഈശ്വരന് നമ്മളെ ഏറ്റവും അധികം ഇഷ്ടം ആരെയാണെന്നറിയാമോ? ത്രികരണ ശുദ്ധിയുള്ളവരെയാണ്. എന്താണ് ത്രികരണ ശുദ്ധി? അതെന്തെന്നറിയാമോ? ത്രികരണ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്ത, കർമ്മം, വാക്ക്. കിട്ടിയോ? ചിന്ത മറന്നേ, കർമ്മം, വാക്ക്. ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുകയാണു ധർമ്മം. ഏറ്റവും നല്ല ഭക്തന്റെ ലക്ഷണം അതാന്ന് മനസ്സിലായോ? എന്താണ്? ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുകയാണു ധർമ്മം. ചിന്തയിൽ, കർമ്മത്തിൽ, വാക്കിൽ. ഇനി നല്ലത് വയ്ക്കാം. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഈ 3 കാര്യങ്ങളല്ലേ ഉള്ളൂ. എന്താണ് 3? ആണോ സഹോദരന്മാരെ? 3 കാര്യം. ഒന്നെങ്കിൽ ചിന്ത, അല്ലെങ്കിൽ വാക്ക്, അല്ലെങ്കിൽ പ്രവൃത്തി. അതല്ലാതെ വേറെ എന്താ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഉണ്ടോ? പറയും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ചിന്തിക്കുന്ന കാര്യം, അല്ലെങ്കിൽ പറയുന്ന കാര്യം, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാര്യം. ഈ 3 നന്നായ പോരെ? അതാണ് നല്ല കർമ്മം. അതിനൊരു ഉദാഹരണം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാമോ? ഒരു നല്ല ചിന്തയുള്ള ആളെ ഈ അടുത്ത ദിവസം നിങ്ങൾ പരിചയപ്പെട്ടത്, വാർത്തയിൽ വായിച്ചത് എന്തെങ്കിലും ഒരെണ്ണം എനിക്ക് പറഞ്ഞു തരാമോ? ഇതെല്ലാം ഞാൻ പറഞ്ഞോന്നില്ലല്ലോ. നല്ലൊരു ഉദാഹരണം ആർക്ക് പറയാം? ഒരാൾ പറയാൻ വരുന്നുണ്ട് അല്ലേ? ആര് പറയും? എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പറയാമോ? ആരും മിണ്ടുന്നില്ല. ഈ അടുത്ത ദിവസം താമരശ്ശേരിയിൽ ഒരു ഉദാഹരണം ഉണ്ടായല്ലോ. ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാകുന്ന പല ഉദാഹരണം മോശപ്പെട്ടതാ. നല്ലത് ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? തമിഴ്നാട്ടിൽ ട്രിച്ചിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുമാർ എന്ന് പറയുന്ന 27 വയസ്സുകാരൻ നമുക്കൊരു നല്ല മാതൃക കാണിച്ചു. ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഉത്സവ തിരക്കിനിടയിൽ നാട്ടുകാരുടെ ഇടയിലൊക്കെ ഇറങ്ങി നടന്ന് പിരിവൊക്കെ എടുത്ത് ഒരുക്കുന്നതിനിടയിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് നിങ്ങളുടെ കുറ്റാണോ? ആണോ? അല്ല. പക്ഷെ ആർക്കെങ്കിലും അറിയാമോ അത് എന്താണ്? നിങ്ങൾ ആരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ണിയേട്ടാ, ഇവര് ശ്രദ്ധിച്ചോന്നറിയില്ല. അത് തന്നെ. അത് അവരോട് ചോദിച്ചു നോക്ക്. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല. അപ്പൊ അതൊരു ഉദാഹരണത്തിന് കുമാർ എന്നല്ലേ ചങ്ങാതിന്റെ പേര്? കുമാർ എന്ന് പറഞ്ഞ 27 വയസ്സുകാരൻ വീട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ജോലി തേടി പോന്നതാ. വന്ന് എന്താണ് കൽപ്പറ്റ തുടങ്ങി ഒരുപാട് സ്ഥലം ഊട്ടിയൊക്കെ കറങ്ങി കയ്യിലുള്ള പൈസ എല്ലാം തീർന്ന് 10 പൈസ കയ്യിലില്ലാതെ, വെള്ളം പോലും കുടിക്കാൻ പൈസ ഇല്ല. വെള്ളം കുടിക്കണമെങ്കിൽ 20 രൂപ 10 രൂപ വേണ്ടേ? അതും ഇല്ലാതെ, വണ്ടിക്കൂലിക്ക് കാശില്ലാതെ വയനാട്ടിൽ നിന്ന് പോകുന്ന ലോറിയിൽ അവരോട് ചോദിച്ച് കയറി ഇരുന്ന് അടിവാരത്ത് വന്ന് ഇറങ്ങിയ ശേഷം താമരശ്ശേരിക്കടുത്ത് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഇറങ്ങിയ ശേഷം നടന്ന് കോഴിക്കോട്ടേക്ക് പോവാണ്. ആ മനുഷ്യന്റെ കഷ്ടപ്പാടല്ലേ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? ഈ സങ്കടമുള്ളവരുടെ കാര്യമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്ക് മനസ്സിലായത് ഇപ്പൊ മനസ്സിലായോ? എന്നെ മനസ്സിലായോ? മറ്റു വിഷമം ആ ചങ്ങാതി നടന്നു വരുമ്പോഴാണ് ഇപ്പൊ അവിടുത്തെ ഉണ്ണിയേട്ടനൊക്കെ വിളിച്ചു പറഞ്ഞതുപോലെ ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു പേഴ്സ് കിടക്കുന്നുണ്ട്. പേഴ്സ് ആ പോകുന്ന ആളെ ആദ്യം മനസ്സിലാക്കണം. ഈ പേഴ്സ് എടുത്തു നോക്കിയപ്പോ അതിന്റെ അകത്ത് കുറച്ച് സ്വർണ്ണമുണ്ട്, പൈസയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആളെ മനസ്സിലായോ? വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ, അമ്മയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ജോലി തേടി വന്നിട്ട് കയ്യിലുള്ള കാശും തീർന്നു, നടന്നു പോകാൻ പോലും പറ്റാതെ, ഒരു വെള്ളം കുടിക്കാൻ പറ്റാതെ പട്ടിണിയായിട്ടുള്ള കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പേഴ്സും സ്വർണവും കൈ കിട്ടി കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതാരോടും മിണ്ടാതെ, അതും രാത്രി 7 മണിക്ക് ആരും കണ്ടിട്ടില്ല, കൊണ്ടുപോയാൽ പോരെ? പോകാൻ സാധ്യതയില്ലേ? ഉണ്ടോ? പക്ഷെ അയാൾ കൊണ്ടുപോയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അയാളെ കുറിച്ച് പറയുന്നത്. അയാൾ എന്ത് ചെയ്തു? അയാൾക്ക് തോന്നിയത് ഈ കടയിൽ നിന്ന് എടുത്തതായിരിക്കും, വീണതായിരിക്കും എന്ന് വിചാരിച്ചാൽ അടുത്ത കടയിൽ കയറിയത് വാച്ചിന്റെ കടയായിരുന്നു. ക്ലോക്കൊക്കെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇവിടെ കിടന്ന് കിട്ടിയതാണ്, ഇവിടുന്ന് ആരെങ്കിലും സാധനം വാങ്ങിയപ്പം വിട്ടുപോയത് മറന്നുപോയതായി.
അവർ നോക്കുമ്പോൾ പറഞ്ഞു സ്വർണത്തിന്റെ പീടികത്ത് വാങ്ങിയതാണ്, അപ്പുറത്തെ കടയിലാണെന്ന് പറഞ്ഞു. അവിടെ തന്നെ കൊണ്ട കൊടുത്ത് അവരറിഞ്ഞ് ഈ വാങ്ങിപ്പോയ കടയിൽ നിന്ന് അപ്പോൾ തന്നെ വാങ്ങിപ്പോയവരുടെ ബില്ലിൽ ഈ ടെലിഫോൺ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് അവരെ തിരിച്ച് വിളിച്ചു വരുത്തി ആ കുമാറിനെ കൊണ്ട് തന്നെ ആ പേഴ്സും സ്വർണവും തിരിച്ചു കൊടുത്തപ്പോൾ കുമാർ ആരായി തീർന്നു? സുമാർ ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളുള്ള പേഴ്സ് കൊടുത്തപ്പോൾ കുമാർ തെളിയിച്ചത് സത്യത്തിന് 2 ലക്ഷത്തെക്കാളും വിലയുണ്ട് എന്നാണ്. ശരിയാണ്? ഇതല്ലേ നല്ല ചിന്തയും പ്രവൃത്തിയും അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഇനി വേറൊരെണ്ണം പരിചയപ്പെടുത്താം. ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ചെറുപ്പക്കാരൻ കേട്ടോ, തെക്കുമുറ്റിക്കാരൊന്നും അല്ല, എന്നാലും നല്ലതാണ്. തെക്കുറ്റിക്കാരൻ നല്ലതാണെന്ന് അതിനകത്ത് ഇപ്പൊ വന്നില്ലേ? ഈ നല്ല ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഒരു വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ ഇങ്ങനെ ആലോചിച്ചു, പുറകിൽ നിന്നൊരു വൃദ്ധനായിട്ടുള്ള ഒരാൾ വിളിച്ചിടോ അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ ജോലിക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാരനാണ്. അപ്പം എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ അടുത്ത് 3 സഞ്ചി ഉണ്ട്, അതുമായിട്ട് കയറ്റം കയറി എനിക്ക് മലയുടെ അപ്പുറത്താണ് വീട്, അവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്, ഇതൊന്നും അവിടെ കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു. ഓ ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആദ്യമായിട്ട് കാണാമല്ലോ. ഇതിനകത്ത് ഒന്നാമത്തേതിനകത്ത് നല്ല ചെമ്പിന്റെ നാണയങ്ങളാണ്, ചെമ്പിന്റെ നാണയങ്ങളാട്ടോ. അത് നിന്നെ എനിക്ക് വിശ്വസിച്ച് തരാൻ പറ്റുമോ? ഞാൻ അങ്ങനത്തെ ആളേ ഇല്ല, ഞാൻ തെക്കുറ്റിക്കാരെ പോലെ നല്ല ആളാണ്, ഇതുകൊണ്ട് ഞാൻ മുഖത്തിൽ എനിക്ക് വിശ്വസിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സഞ്ചി വാങ്ങിച്ച് പിടിച്ച് നടക്കുകയാണ്. അപ്പൊ വയസ്സനായ ആളും മെല്ലെ നടക്കുന്നു, ഇയാൾ മുന്നിലെ നടക്കണം. കുറെ ഒരു കയറ്റം കയറി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു വെള്ളം ഉള്ള സ്ഥലത്ത് പുഴ കടക്കണം. ഈ പുഴ കടക്കാൻ നേരത്ത് ഇയാൾ പറഞ്ഞു, ഈ 2 സഞ്ചിയും കൊണ്ട് എനിക്ക് ഈ പുഴ കടക്കാൻ പറ്റത്തില്ലല്ലോ, എന്താ ചെയ്യാം? എന്നാൽ ഒരു സഞ്ചിയും കൂടെ നീ പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ഈ വൃദ്ധൻ പറഞ്ഞു, ഈ സഞ്ചിക്കകത്ത് വെള്ളി നാണയങ്ങളാണ്, ഇത് എങ്ങനെ നിന്നെ ഏൽപ്പിക്കും? നീ ഇതുകൊണ്ട് കടന്നു കളഞ്ഞാൽ എന്റെ കൈ നഷ്ടപ്പെടൂലേ? അപ്പൊ ഇയാൾ പറഞ്ഞേ, ഞാൻ അങ്ങനത്തെ ആളെ അല്ല, ഞാൻ തെക്കുമുറ്റിക്കാരനാണ്, നല്ല മനുഷ്യനാണ്, ഇന്നുവരെ ആരുടേതും ഒന്നും അർഹതപ്പെടാത്തത് എടുത്തിട്ടില്ല, അതാണ് എന്നെ പഠിപ്പിച്ചത്, എന്റെ അമ്മ അച്ഛനൊക്കെ അത് പഠിപ്പിച്ചതാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്. ഓ സന്തോഷം. അപ്പൊ വെള്ളി സഞ്ചി വാങ്ങി. അടുത്തത് പിന്നെ വീണ്ടും ഒരു കയറ്റം കയറി, ആ മലയുടെ അപ്പുറത്താണ് ഈ പറഞ്ഞ വൃദ്ധന്റെ വീട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എത്തണം. അതിനെന്ത് ചെയ്യണം? കയറ്റം കയറുമ്പോൾ വൃദ്ധം വിളിച്ചിട്ട് പറഞ്ഞു, ഈ സഞ്ചിയും കൊണ്ടും എന്നെ കൊണ്ട് ആവുന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യാ? ഇതും കൂടി നീ പിടിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ഒരു തരത്തിലും നിനക്ക് തരാൻ പറ്റത്തില്ല, ഇതിൽ സ്വർണ്ണ നാണയങ്ങളാണ്, ഇത് ഞാൻ എങ്ങനെ നിനക്ക് തരും? അപ്പോഴും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നല്ല മനുഷ്യനാണ്, എന്റെ അച്ഛനും അമ്മ അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഞാൻ ഒരു കാരണവശാലും അവരെ തട്ടിയെടുക്കൂല, അങ്ങനത്തെ സ്വഭാവം എനിക്കില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ സഞ്ചിയും വാങ്ങിപ്പിടിച്ച് ഇയാൾ നടന്നു. അപ്പൊ ഈ വൃദ്ധൻ കയറി വരാനായ ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മെല്ലെ വരുന്നു. ഇയാൾ നടന്ന് കയറ്റം കയറി അപ്പുറത്ത് കുന്നിനപ്പുറം ഇറങ്ങി ഈ പറഞ്ഞ വീട്ടിലെത്തി. അവിടെ കയറിയിരിക്കുന്നു, അവിടെ ആരുമില്ല. അപ്പോൾ ഇയാൾ ആലോചിക്കുകയാണ്, ഈ സഞ്ചി 3 എണ്ണവുമായി കടന്നു കളഞ്ഞാൽ ആ വൃദ്ധൻ എന്നെ കണ്ടുപിടിക്കൂലല്ലോ. സംഗതി പോയി. മനസ്സിലായോ? ഇതാണ് ആശാൻ പാടിയത്. അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടിടാത്ത കുമാർഗമില്ലടോ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ആശാനല്ലേ, കുമാരനാശാൻ. ആശാൻ സീതേനെ കൊണ്ട് പറയിപ്പിച്ചതാ. അതെപ്പോഴാണെന്നറിയോ? സീതാദേവിനെ അറിയോ? സീതാദേവി ഈ മാരീജൻ വന്നപ്പോഴേ, മാരീജൻ വന്ന കഥയൊക്കെ അറിയില്ലേ? അന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ? ശ്രീരാമ ഭഗവാനോട് മാരീജനെ എനിക്ക് ആ സ്വർണ്ണമാനെ പിടിച്ചു തരാൻ പറഞ്ഞ് പിടിക്കാൻ പോയി. അവിടുന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണനോട് പിന്നാലെ പോകാൻ പറഞ്ഞു. ലക്ഷ്മണൻ പോകാതിരുന്നപ്പോൾ ലക്ഷ്മണന് ചീത്ത പറഞ്ഞു കുറച്ച് മോശമായ ചീത്തയാണ്, ഞാനോട് പറയില്ല. ആ ചീത്തയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് സീതാദേവി അതിനെ കുറിച്ച് പശ്ചാത്തപിക്കുന്നതാണ് ആശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ. അപ്പോഴാണ് ആ ഇയാളോട് ലക്ഷ്മണനോട് പറയുന്നതാണ്, അനിയന്ത്രിതമായ ചിലപ്പൊഴി മനമോടിടാത്ത കുമാർഗമില്ലടോ എന്ന് പറഞ്ഞിട്ട്. അതായത് അനിയന്ത്രിതമായി ചിലപ്പോൾ നമ്മുടെ മനസ്സ് അറിയാണ്ട് എങ്ങനെ പോകും, പാളിപ്പോകും. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ചെറുപ്പക്കാരൻ ഈ സ്വർണവും വെള്ളിയും ചെമ്പും നാണയങ്ങൾ നിറച്ച് കണ്ടതല്ല, അങ്ങനെ സഞ്ചിയിലുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? ഈ വൃദ്ധൻ എന്തായാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, അന്ന് CCTV ഒന്നുമില്ല. അപ്പൊ പോയിക്കൂടെ? ഇയാളതെടുത്ത് കടന്നു കളഞ്ഞു. അത്ര നേരം ഉണ്ടായിരുന്ന മനുഷ്യന്റെ ചിന്ത പോയപ്പോ മനസ്സിലായോ? നിങ്ങൾക്ക് സങ്കടം തോന്നില്ല അതെല്ലാം കൊണ്ട് ഒരാൾ പോയാൽ? അയാൾ പോയി. അയാൾ കുറെ ദൂരം അതുകൊണ്ട് പോയിട്ട് ദൂര സ്ഥലത്ത് അയാളുടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോ എന്താ കണ്ടെന്നറിയോ? അതിൽ കുറച്ച് കല്ലേ ഉള്ളൂ. 3 സഞ്ചിക്കകത്തും കുറച്ച് കല്ല് വാരിയിട്ടതാ. അയ്യേ! എന്നിട്ട് അതിലൊരു കത്തുമുണ്ട്, ഞാൻ അടുത്ത രാജ്യത്തെ രാജാവാണ്, ഞാൻ വൃദ്ധനാണ്, ഇനി എനിക്കൊരു പിൻഗാമിയെ വേണം, മക്കളില്ല, പിൻഗാമിയെ കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല മനുഷ്യനെ തെരഞ്ഞ് ഞാൻ നടക്കുകയാണ്. നീ ഈ സഞ്ചികളുമായി കടന്നു കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അടുത്ത രാജ്യാവകാശി, എന്റെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ മുഴുവൻ ഉടമ നീയാകുമായിരുന്നു. പറ്റിച്ചില്ലേ? ഇപ്പൊ മനസ്സിലായോ? മനസ്സ് പാളിപ്പോയാൽ, തെറ്റായ ചിന്താഗതികൾ നെഗറ്റീവായി ചിന്തിച്ചാൽ
കിട്ടാനുള്ളതൊക്കെ വെറുതെ പോകുന്നു നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ടാണ് തെക്കുറ്റിക്കാർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാത്തത്. മനസ്സിലായോ? നിങ്ങളൊക്കെ തെക്കുറ്റിക്കാരല്ലേ? കെട്ടിച്ചു വന്ന മരുമകളായിരിക്കും. എന്നാ ഇവിടെ വന്നാൽ പിന്നെ നന്നാവും. അങ്ങനെ ശരിയല്ലേ? ഒത്തിരി നന്നായില്ലേ? അത്രയും പറഞ്ഞു. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ ഇതാണ് ചിന്തയും വാക്കും പ്രവർത്തി. ഇനി ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കടന്നു പോകണം. കുമാരന്റെ ഞാൻ പറഞ്ഞു, അതുപോലെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. പിന്നെ എനിക്ക് വളരെ മനസ്സിൽ തട്ടിയ ഒരു ഉദാഹരണം കൂടി പറയാൻ ഉണ്ണിയേട്ടാ, അല്ലെ? 2 ഉണ്ണിയേട്ടന്മാരുണ്ട്. ഇപ്പൊ ആരെയും 2 പേര് ആയിക്കോട്ടെ. അതെന്താണെന്ന് അറിയാമോ? ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടായിരുന്നു ഒരു കല്യാണ പെണ്ണ് ചെയ്ത ഒരു പണി. കല്യാണത്തിന് നിശ്ചയിച്ച് കല്യാണ ദിവസം, കല്യാണം ആകുന്നതിന് മുമ്പ് ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. എങ്ങനെയോ അമ്പലത്തിൽ വെച്ച എല്ലാവരും കല്യാണം. അപ്പൊ ഈ കുട്ടി മനസ്സിലാക്കിയത്, ഈ വേറൊരു പെൺകുട്ടി, പരിചയപ്പെട്ട പെൺകുട്ടി കല്യാണം കഴിക്കാൻ വരുന്ന പെൺകുട്ടിക്ക് വീട്ടിൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് സ്വർണം കല്യാണത്തിന്റെ ചെലവിന് ഒന്നും പൈസ ഇല്ലാന്ന് മനസ്സിലാക്കിയപ്പോ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടി അച്ഛനോടും അമ്മയോടും പറഞ്ഞു, എന്റെ വിവാഹം നടക്കുന്ന കൂട്ടത്തിൽ നമുക്കിങ്ങനെ നിർധനയായ നിവൃത്തിയില്ലാത്ത ഒരു കല്യാണം നടക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടീനെ ഒന്ന് സഹായിക്കണം, നമുക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അച്ഛനമ്മ നല്ല മനുഷ്യരായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണം, ആ താലി കെട്ടി കഴിഞ്ഞ ഉടനെ, ആ താലി കെട്ടിയ ശേഷം ആ പെൺകുട്ടി ഭർത്താവിനോട് പറഞ്ഞിട്ട് ചെയ്തത് 5 പവൻ സ്വർണം തന്റെ കഴുത്തിലെ ഊരി ഈ പാവം പെൺകുട്ടിക്ക് കൊടുക്കുകയും പെൺകുട്ടിയുടെ വകയായി അച്ഛൻ 4.5 ലക്ഷം രൂപയും കൊടുത്തു. 2-3 ദിവസം മുമ്പുണ്ടായ സംഭവമാണ്. ഇത് വായിച്ചപ്പോഴും എനിക്ക് തോന്നി നാട്ടുകാർ മൊത്തം ഒന്നും മോശമായിട്ടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തെക്കുറ്റിക്കാർ മാത്രമൊന്നുമല്ല, വേറെ നല്ല ആൾക്കാരോടൊന്നും ഇപ്പൊ മനസ്സിലായോ? ഇല്ലേ? അപ്പൊ നിങ്ങളിങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ മാത്രമുള്ള നാട്ടിൽ നല്ല ആൾക്കാർ എന്നൊരു വിചാരമല്ലേ? വേറെ കിട്ടോ? ഇപ്പൊ പിടി കിട്ടിയോ? അപ്പൊ ആരെയാണ് ദൈവത്തിന് ഇഷ്ടം? ഞാൻ നേരത്തെ പറഞ്ഞു, ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുകയാണു ധർമ്മം. ചിന്ത, വാക്ക, പ്രവൃത്തി സംബന്ധിച്ചോ? ഇനി അടുത്ത ചോദ്യം. എന്താ ചോദ്യം? എപ്പോഴാണ് ഒരാളുടെ ചിന്ത നന്നാവുന്നത്? എപ്പോഴാണ് ഒരാളുടെ പ്രവൃത്തി നന്നാവുന്നത്? എപ്പോഴാണ് ഒരാളുടെ വാക്ക് നന്നാവുന്നത്? നല്ല വാക്കും ചിന്താവാക്കും അറിയാമോ? ചിന്താക്കങ്ങൾ കേട്ടിട്ടില്ലല്ലോ? വേണം. എപ്പോഴാണ് നന്നാവുക? ഇതൊക്കെ ആർക്കാണെങ്കിലും ഉത്തരം പറയാം. സമ്മാനം തരുമെന്ന് വിചാരിച്ച് പറയണ്ട. ആർക്കറിയാം? ഞാൻ എപ്പോഴാണ് നല്ല കാര്യം ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക? നിങ്ങൾ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. മനസ്സ് നന്നാവുമ്പോഴല്ലേ? ഒന്നുകൂടി നന്നാക്കി പറയാൻ ഇവിടെ ചെറിയ കുട്ടിക്ക് വേണ്ടി. എന്റെ മനസ്സ് നല്ലതാണെങ്കിൽ, ആണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, മനസ്സ് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതല്ലേ ചിന്തിക്കത്തുള്ളൂ. ഒരു മിണ്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് നല്ലതാണെങ്കിൽ മാത്രമല്ലേ ഇവർ നല്ല ചിന്തിക്കുള്ളൂ. എങ്ങനെയുണ്ട്? മനസ്സ് നല്ലതാണെങ്കിൽ നല്ല ചിന്തയല്ലേ വരൂ. നമ്മൾ പരിചയപ്പെട്ട കുമാറിന്റെ മനസ്സ് നല്ലതായതുകൊണ്ടല്ലേ പട്ടിണിയായിട്ടും ആ സ്വർണം തിരിച്ചു കൊടുത്തത്. അപ്പൊ നല്ല മനസ്സുണ്ടെങ്കിലല്ലേ നല്ല ചിന്ത വരൂ. മിണ്ടുന്നില്ലല്ലോ. നല്ല മനസ്സാണെങ്കിലല്ലേ നല്ല പ്രവൃത്തി ചെയ്യും. ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നല്ലോ, ശരിയല്ലേ? അപ്പൊ നല്ല മനസ്സാണെങ്കിലാണ് നല്ല ചിന്തയും നല്ല വാക്കും നല്ല പ്രവൃത്തിയും വരുന്നതെന്ന് നിങ്ങൾ സമ്മതിച്ചോ? ഇവർ സമ്മതിക്കുന്നില്ല ചേട്ടാ. ഇവർ മിണ്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ പറയില്ല, എനിക്ക് അങ്ങനെയാണ്. അത് സ്കൂളിൽ നിന്ന് പറ്റിച്ച പണിയാണ്. ഇവിടെയുള്ള കുട്ടികളെല്ലാം ആളെ ഒന്ന് പഠിച്ച് ഞാൻ പഠിപ്പിച്ച് അവരോട് എന്ത് ചോദിക്കും, അവരിങ്ങോട്ട് പറയും. അതാ ഞാൻ പറയുന്നത്. അത് ശരി. അപ്പൊ പറഞ്ഞൂടെ ഇങ്ങോട്ട് മുന്നിൽ? അപ്പൊ ഞാൻ പറഞ്ഞത് സമ്മതിച്ചോ? ഓക്കെ അല്ലേ? പറയുന്നിടത്തോളം നല്ലോണം കേട്ടു പോവുക. കുറച്ച് സമയമാണെങ്കിൽ അത് മതി. പക്ഷെ നമ്മൾ എന്തെങ്കിലും വെറുതെ പ്രസംഗിച്ചു പോകാൻ കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണം എന്നുള്ളത് ആഗ്രഹിച്ചാൽ ഞാൻ വന്ന് കിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല, നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായത്, നല്ല മനസ്സുണ്ടെങ്കിൽ എന്താവും? നല്ല മനസ്സുണ്ടെങ്കിൽ നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല വാക്കുണ്ടാവും. അപ്പൊ നല്ല മനസ്സാണെങ്കിൽ ആരെ ദൈവത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ അർത്ഥം അല്ലേ? ഹലോ. അപ്പൊ ദേവിക്ക് ദേവനെ എപ്പോഴാണ് നമ്മളെ ഇഷ്ടപ്പെടുക? നല്ല മനസ്സുള്ളപ്പോഴാണ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടി ദേവിമാർ നമുക്ക് പല പാഠങ്ങളും തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന്, നമ്മുടെ ഈ വിദ്യാദേവത സരസ്വതി ദേവി ഇല്ലേ, അതുപോലെ മറ്റൊരു വിദ്യാദേവതയുണ്ട് ശാരദാദേവി. കേട്ടിട്ടുണ്ടോ? ശാരദാദേവി കേട്ടിട്ടുണ്ടോ? ഇല്ല. മൂകാംബികയൊക്കെ ഉണ്ട്. ശാരദാദേവി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്. ശാരദാദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും ഭദ്രകാളി ദേവിയുടെയും കൂടി ഒരുമിച്ച് ചേർന്ന ഒരു എന്താണ് പറയാ മൂർത്തി സങ്കല്പമാണ്. 3 ദേവതകളും ഒരുമിച്ച് സമന്വയിച്ചിട്ടുള്ള ഒരു മൂർത്തി സങ്കല്പമാണ്. അത് വിദ്യാദേവത തന്നെയാണ്. അത് ആരാണ്? ശാരദാദേവിയാണ്. കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ ശാരദാദേവി ഇരിക്കുന്നത് വെള്ളത്താമരയിലാണ്. അത് പറയുന്നത് വെച്ചാൽ ഇതിനോട് ബന്ധപ്പെടുത്തി പറയാൻ വേണ്ടി പറഞ്ഞതാ. വെള്ളത്താമരയിലാണ് ആരിയിരിക്കുന്നത്? ശാരദാദേവി. സരസ്വതി ദേവി താമരയിലല്ലേ ഇരിക്കുന്നത്? ആണോ?
അപ്പൊ അത് ഒരു വലിയ പാഠം പഠിപ്പിക്കാനാണ് അങ്ങനെ ഇരിക്കുന്നത്, വെറുതെ അല്ല. രണ്ട് സന്ദേശങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ആദ്യത്തേത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദേവി, നമുക്ക് ചിത്രം കണ്ടില്ലേ, ദേവിയുടെ ചിത്രം. ആ ദേവിക്ക്, മനുഷ്യരൂപം പൂണ്ട ദേവിക്ക് താമരയിൽ ഇരിക്കാൻ കഴിയുമോ? ആലോചിച്ചിട്ട് പറയും, താമരയ്ക്ക് അതിനുള്ള ബലമുണ്ടോ? ഈ പേപ്പറിന്റെ ബലം പോലും ഉണ്ടാവോ താമരയിൽ തന്നെ? ഉണ്ടോ? ഇവരും ഉണ്ടെന്നില്ല. പറഞ്ഞൂടെ? ഞാൻ കഷ്ടപ്പെട്ട് ചോദിക്കാണ്. ഈ താമരയിൽ ഈ പേപ്പറിന്റെ ബലം പോലും ഇല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഇരിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് അങ്ങനെ ഇരുന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന്? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. കസര ഇട്ടില്ലേ എനിക്ക് ഇങ്ങനെ വെറുതെ വിട്ടില്ല. വാ പറയും. ആ ജീപ്പിനടുത്തൊക്കെ ഇരിക്കുന്നവർ വിടുവാ, ഇതൊരു ഉത്തരം പറഞ്ഞുണ്ടാ. ആർക്ക് പറയാം? ആലോചിച്ച് പറയും. എല്ലാ ദേവീ ദേവന്മാരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വലിയ വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിനൊരു ഉദാഹരണം കൂടിയാണ് പറയുന്നത്. എന്താണ് താമരയിൽ? അതായത് താമരയ്ക്ക് ഒരു ആളെ താങ്ങാനുള്ള ശേഷിയില്ല, അതിനുള്ള ബലമില്ല. എന്നിട്ടും ആ താമരയിൽ ഇരുന്നുകൊണ്ട് നമ്മളെ എന്തായിരിക്കും പഠിപ്പിക്കുന്ന കാര്യം? ആരും ഉണ്ടെന്നില്ലല്ലോ. ഉണ്ണേറ്റം എന്താ വിളിച്ചു പറഞ്ഞോ? സംഭവത്തിലുള്ളൂ. ആരാണ് ദേവി? നിങ്ങൾ മനസ്സിലായില്ലേ? സകല കലകളുടെയും അറിവിന്റെയും അധിപതി അല്ലേ? സകല കലകളുടെയും സകല അറിവിന്റെയും ഉടമയ്ക്ക് വെയിറ്റ് ഇല്ലെന്ന്. എന്താ ഇല്ലാത്തത്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഭാരം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഭാരം ഉണ്ട്, അറിയാവോ? മനസ്സിലായോ? ആ ഭാരം ഏതാണെന്ന് മനസ്സിലായോ? അത് നമ്മളെന്തോ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, തലക്കനം. അത് ആർക്കുണ്ടാവരുത്, അതാണ് നമുക്ക് പറഞ്ഞിരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ താമരയിൽ ഇരുന്നുകൊണ്ട് ആ ദേവി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ എത്രമാത്രം അറിവോ സമ്പത്തോ ഐശ്വര്യമോ നേടുന്നതനുസരിച്ച് നമ്മൾക്ക് എളിമയുണ്ടാവണം എന്നല്ലേ? അത് സമ്മതിക്കൂലേ? നാടാകാരം ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം. എന്താണ്? അഹങ്കാരം ആപത്തിലേക്കുള്ള അല്ലെ പരാജയത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള കുറുക്കുവഴിയാ. അറിയാമോ? അഹങ്കാരമുള്ള ആളെ ആരെങ്കിലും അംഗീകരിക്കോ? ഞാനിവിടെ വന്നിട്ട് വലിയ ക്യാമ്പത്തിൽ ഞാൻ വലിയ ആളാണെന്ന് കളിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താക്കും? ഓ ചങ്ങായി തള്ളു. ശരിയല്ലേ? ആരെങ്കിലും അംഗീകരിക്കുമോ? എളിമയോട് കൂടി ഇടപെടുമ്പോഴേ നമ്മൾ ആളുകളെ അംഗീകരിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? താമരയിൽ ഇരുന്നത് വെറുതെ ആണോ? ദേവി എന്താ പറഞ്ഞതെന്ന് പിടികിട്ടിയോ? മറക്കോ? എന്താ പറഞ്ഞിരുന്നത്? നമ്മൾ എത്രമാത്രം പുരോഗതി, അറിവിന്റെ കാര്യത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലായാലും എന്ത് തരത്തിലായിരുന്നാലും ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവരുത്? ഭാരം ഉണ്ടാവരുത്, വെയിറ്റ് കുറയണം. തലക്കനം അഥവാ അഹങ്കാരം പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി എളിമയുള്ളവരായിരിക്കണം. ആ എളിമയുള്ളവരെ ദേവീ ദേവന്മാർക്ക് അഥവാ ഈശ്വരന് ഇഷ്ടമാണെന്ന് അർത്ഥം. അവരാണ് അഭിവൃദ്ധി നേടുന്നത്. ഇനി ഒന്നുകൂടി ഉണ്ട്. മറ്റൊന്നെന്താ പറയാ? വെള്ളത്താമരയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വെള്ളത്താമരയ്ക്ക് മറ്റൊരു പേരുണ്ട്, പുണ്ടരീകം. വെള്ളത്താമര പരിശുദ്ധിയുടെ പ്രതീകമാണ്. എന്താണ് വെള്ളത്താമര? എന്തിന്റെ പ്രതീകമാണ്? നിങ്ങൾ മിണ്ടുന്നില്ല, നിങ്ങൾ മിണ്ടുന്നേ ഇല്ല. എന്താ അങ്ങനെ? പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അറിയോ? അതും അറിയില്ലേ? വേണ്ട. താമര എവിടെയാ വളരുന്നത്? താമര എവിടെയാ വളരുന്നത്? നല്ല വൃത്തിയുള്ള സ്ഥലത്താണോ ചെടിയിലാണോ? താമര കണ്ടിട്ടില്ലേ? ചെടിയിൽ നിൽക്കുന്ന താമരയിൽ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? താമരയുടെ ഇലയിലും ഉണ്ടാവില്ല ചെടി, പൂവിൽ തീരെ ഉണ്ടാവില്ല. ശരിയോ തെറ്റോ? ഏറ്റവും പരിശുദ്ധിയുള്ള പൂവ് ഏതാ? താമരയല്ലേ? എന്നാൽ അത് നിൽക്കുന്ന എവിടെയാ? അഴകൊഴുകുവതല്ലോ ചണ്ടി ചൂഴുന്നും സരോജം. ചളിയില വളരുന്നത്. പക്ഷെ അതിലൊരു ചെടി ഉണ്ടാവില്ല. അപ്പം ഈ വെള്ളത്താമര എന്തിന്റെ പ്രതീകമാണ്? പരിശുദ്ധിയുടെ പ്രതീകമാണ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ ദേവി ഇരിക്കുന്നത്? പരിശുദ്ധി നിറഞ്ഞ താമരയില, പുണ്ടരീകത്തിൽ. ഇപ്പൊ സമ്മതിച്ചോ? അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കും ദേവി. എപ്പോഴാകും ഇരിക്കുക? നമ്മുടെ മനസ്സാകുന്ന താമര എങ്ങനെ ആവണം? പരിശുദ്ധമാകണം. പിടികിട്ടിയോ? അപ്പൊ പരിശുദ്ധമായ മനസ്സാകുന്ന പുണ്ടരീകത്തിലാണ് ആരിയിരിക്കുക? വസിക്കുക? ദേവി ദേവനൊക്കെ. പിടികിട്ടിയോ? അപ്പൊ മനസ്സിലായോ? മനസ്സ് പരിശുദ്ധമായാൽ ആര് ഉണ്ടാകും? നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടാകും. അപ്പൊ ഈശ്വരന്റെ ഇരിപ്പിടം എവിടെയാണ്? പരിശുദ്ധി ഉള്ളിടത്താണ്. അതാണ് ദേവി പഠിപ്പിക്കുന്നത്. മനസ്സാകുന്ന പരിശുദ്ധമായ താമരയിലെ ദേവി വസിക്കൂ, ഇരിക്കൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം കിട്ടുന്നതാണ് അതിന്റെ നേരിട്ടുള്ള മലയാളം. പിടികിട്ടിയോ? അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എളിമയുള്ളവരായിരിക്കണം, പരിശുദ്ധി ഉള്ളവരായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ പിടികിട്ടിയോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കണം എന്നുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഉദാഹരണമായി അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ അതുകൊണ്ട് അതിന് ഈ അടുത്ത ഒരു നല്ലൊരു ഉദാഹരണം എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെയൊക്കെ മനസ്സ് തരിപ്പ പോലെയാണ് ആകരുതെന്നാണ്. തരിപ്പാന്ന് പറഞ്ഞാൽ അറിയോ? ഹലോ, ഇത് കലിയുഗമല്ലേ? കലിയുഗം ഏതാ യുഗം? ഇത് 4 യുഗങ്ങളില്ലേ? അത് കേട്ടിട്ടില്ലേ? 4 യുഗങ്ങളില്ലേ? ഇത് കലിയുഗമാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇതും കേട്ടില്ല. ഈ മയക്കുമരുന്ന് നാട്ടിലെല്ലാം കച്ചവടം ചെയ്തിട്ട് കലിയുഗം ആരും പറഞ്ഞില്ല.
പറഞ്ഞില്ലേ? കലിയുഗത്തിലെ അല്ലേ, കലികാലം കേട്ടിട്ടില്ലേ? അപ്പൊ ഈ കലികാലത്തിൽ പറയുന്നത് മനുഷ്യരുടെ ബഹുഭൂരിപക്ഷ ആളുകളുടെ മനസ്സ് തരിപ്പ പോലെയാണെന്നാ പറയുന്നത്. കേട്ടിട്ടുണ്ടോ? എന്താ തരിപ്പേന്റെ പ്രത്യേകത? ഹലോ, പറയ്. നിങ്ങളുടെ വീട്ടിൽ തരിപ്പുണ്ടോ? അരി പൊടിച്ചിട്ട് തരിക്കാറുണ്ടോ? ഇല്ലേ. എന്താ ചെയ്യുന്ന ആ പ്രവൃത്തി? തരിപ്പ എന്താ ചെയ്യാ? എന്താ തരിപ്പ? അരി പൊടിച്ചിട്ടു പത്തിരിക്ക് എന്താ ചെയ്യാ? ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇതിനകത്ത് എന്താ ഉള്ള ബാക്കി നോക്ക്. ഇതാ തരിപ്പിക്കകത്ത് എന്താ നോക്കിക്കേ. പറയും അരിയോ? ഇതിങ്ങനെ തരിപ്പയിലിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്താ ഉണ്ടാവുക? ഞാൻ നോക്കുന്ന കണ്ട ചെളിക്കട്ടയും മണ്ണും കല്ലും ഒക്കെ. നിങ്ങൾക്ക് എന്താ കിട്ടിയ? നല്ല ഏരിയ കിട്ടിയേ? എന്താ കിട്ടിയേ? നല്ലതെല്ലാം പോയില്ലേ? നല്ലതാണ് കിടക്കുന്നത്. നല്ലത് പുറത്തു പോയി. അവശേഷിച്ചത് എന്തുവാ? അവശേഷിച്ചത് വേണ്ടാത്ത സാധനങ്ങൾ, മാലിന്യങ്ങളല്ലേ? അപ്പൊ എന്താ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നല്ലതെല്ലാം ഒഴിവാക്കിയിട്ട് ചീത്ത നിറഞ്ഞ മനസ്സാണ്. പിടി കിട്ടിയോ? മാലിന്യം നിറഞ്ഞ മനസ്സിൽ ഞാൻ ഇതിന് ഉദാഹരണം പറയണോ? നാട്ടിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പത്രം, ഇന്നത്തെ TV ഏതെടുത്തു, അതിന്റെ പേജുകളിൽ കുറ്റകൃത്യങ്ങൾക്ക് സ്ഥലം തികയുന്നില്ല. ശരിയോ തെറ്റോ? അപ്പം അങ്ങനെയാണ് അവസ്ഥ. അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, മകനെ കൊല്ലുന്നു, മകളെ കൊല്ലുന്നു. എന്ത് മാത്രം അതോടെ പറയുന്നില്ലേ? ഈ അവസ്ഥയിലേക്ക് മാറിയില്ലേ? എന്തുമാത്രം പിടിച്ചു പറയും, കളവോ എല്ലാം നടക്കുന്നു ഇല്ലേ? കള്ളന്മാരും വിലസുന്നു, ഇതെല്ലാം. അപ്പൊ ഇത് മനസ്സ് വളരെ മോശമാണ്. അടി നടക്കുന്നു എല്ലാ സ്ഥലത്തും. ഇന്നലെയും കന്യാകുമാരിക്ക് അടുത്ത് നമ്മുടെ കേരളത്തിലെ അതിർത്തിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് അമ്പലപ്പറമ്പിൽ വെച്ചിട്ട് ഒരു 17-കാരനെ 22-കാരൻ കുത്തിക്കൊന്നു. ഇങ്ങനെ മനസ്സ് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് പറഞ്ഞത് തരിപ്പ് പോലെയാണ്. എന്നാൽ അങ്ങനെ ആവരുതെന്ന. പിന്നെ എങ്ങനെ ആവണം? മുറം പോലെ ആവണമെന്ന്. മുറം നിങ്ങളുടെ വീട്ടിലുണ്ടോ? മുറം കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ ചെയ്യാ? മുറത്തിന്റെ അകത്ത് അരി പഠിച്ചിട്ട് അല്ലെ അരി കുറഞ്ഞിട്ട് 1 കിലോ അരി ഇട്ട് മുറത്തിന്റെ അകത്ത് ഇട്ടോ. ഇനി ഇതെന്താ ചെയ്യാ? ഇതിലെന്താ അവശേഷിച്ച ബാക്കി നോക്കി എന്താ കാണിച്ചു തരാം. നല്ലതാണോ ചീത്തയാണോ ബാക്കിയുള്ളത് മുറത്തില്? എല്ലാവരും ഒന്ന് പറഞ്ഞൂടെ? നല്ലതാണോ ചീത്തയാണോ മുറത്തിലുള്ളത്? നല്ലതല്ലേ? ചീത്തയൊക്കെ പുറത്തു പോയില്ലേ? ഇങ്ങനെ ആകണമെന്നാ പറഞ്ഞത്. എന്താണ്? നമ്മുടെ ഉള്ളിലെ ഈ മാലിന്യങ്ങളൊക്കെ പുറത്തു കളയണം. നമ്മുടെ മാലിന്യം ഏതാണെന്ന് അറിയാമോ? മനസ്സിന്റെ ഉള്ളിലുള്ള മാലിന്യം കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയവയാണ്. ലളിതമായി പറഞ്ഞ അസൂയ. അസൂയ എത്ര പേർക്കുണ്ട്? അവരൊക്കെ എഴുന്നേറ്റേക്ക്. ആരുമില്ലേ? അത് നിൽക്കുന്നവരാണ്. അത് നേരത്തെ നിന്നതല്ലേ. പിന്നെ അഹങ്കാരമുള്ളവർ എഴുന്നേറ്റ് പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ എഴുന്നേറ്റ് ആരുമില്ല. അപ്പൊ നല്ല മനുഷ്യരാ. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായി? മനസ്സിന്റെ മാലിന്യം മനസ്സിലായോ? എന്താണ് ഈ അഹങ്കാരമൊക്കെ? ഒരു മാലിന്യല്ലേ? പെട്ടെന്ന് ദേഷ്യം പിടിക്കാം. ശരിയാണോ? അല്ലേ? ആണ്. ഇന്നിപ്പോ ഏതായിരുന്നു ഒരു കേസിൽ ഒരാള് പിന്നെ ഇന്നലെ ഒന്നൊരു വലിയ കുഴപ്പമുണ്ടാക്കിയിട്ട് ഇന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ആരെ കൊന്നിട്ടാണ്. എന്നിട്ട് അപ്പൊ പിന്നെയാണ് അവന് തോന്നിയത് വേണ്ടിയില്ലായിരുന്നു. ഒറ്റ ദേഷ്യത്തിൽ ചെയ്തതാ. ഇന്ന് പത്രത്തെ വാർത്തയല്ലേ, മറന്നു ചെയ്താണ്. അപ്പൊ മനസ്സിലായോ? നമ്മുടെ ഒരു ഉള്ളിലുള്ള മാലിന്യങ്ങൾ മനസ്സിലായോ? കാമം, ക്രോധം, ലോഹം, മോഹം, മതം, മാത്സര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലുള്ള ദേഷ്യം അല്ലെങ്കിൽ അഹങ്കാരം, അസൂയ, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവില്ലയോ? ഒരസൂയ നിങ്ങൾക്കില്ലേ? ഒരസൂയയില്ലേ? ഞാൻ വിശ്വസിക്കണം. ദേശസൂയാണ് 2 പേര് ഇരിപ്പുണ്ടല്ലോ. നോക്കട്ടെ. ഉണ്ട്. അവർ സമ്മതിച്ചു. അപ്പൊ ഇതൊക്കെ കളയണോ വേണ്ടയോ? അങ്ങനെ കളഞ്ഞാലാണല്ലോ മനസ്സ് പരിശുദ്ധമാകുന്നത്. ശരിയല്ലേ? ആണോ? അത് തന്നെ. ഒന്നും കൂടി നന്നാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ഉദാഹരണം നമ്മൾ അലക്കുകല്ല് പോലെ ആകണമെന്നാണ്. വീട്ടിൽ അലക്കുകല്ലുണ്ടോ? അതിലെന്താ നമ്മൾ ചെയ്യാം? മുറം കാണിച്ചാൽ അലക്കുകല്ലിന് കാണിക്കാൻ പറ്റില്ല. എന്താ ചെയ്യാ? നമ്മളിപ്പോ ഒരു തുണി മുണ്ട് അലക്കുകയാണ്. എന്താ സംഭവിക്കുക? മുണ്ട് വെളുക്കുകയോ ഇല്ലയോ? കല്ലും വെളുക്കൂലേ? അപ്പൊ 2 പ്രവൃത്തി നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? നമ്മൾ സ്വയവും നന്നാവണം, മറ്റുള്ളവർ നന്നാവണം. മനസ്സിലായാ പറഞ്ഞത്? മറ്റുള്ളവർ നന്നായാൽ മതി. ഞാനിപ്പോ നിങ്ങൾ നന്നാവാനായി പറയുന്നത്, ഞാൻ നന്നാവണ്ടേ? അപ്പൊ ശരിക്കും എന്താ വേണ്ടത്? എല്ലാവരും നന്നാവണം, നമ്മളും നന്നാവണം. അപ്പൊ അലക്കുകല്ലിന്റെ ധർമ്മം അങ്ങനെ ഏറ്റവും നല്ലവരായി തീരണം എന്നാണ് പറയുന്നത്. പക്ഷെ ഈ കലിയുഗത്തിൽ പറയുന്നത് 100 പേരെടുത്ത് 75 പേരും ഈ പറഞ്ഞ തരിപ്പ പോലെ മനസ്സ് മോശമായി നടക്കാന്ന. ശരിയാണെന്ന് എനിക്കും തോന്നുകയാണ്. കാരണം നമ്മുടെ ഈ കലിയുഗം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗവതത്തിലും ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിലും മഹാഭാരതത്തിലും പുണ്യഗ്രന്ഥങ്ങളിലും ഒക്കെ ഋഷീശ്വരന്മാർ അവരുടേതായ ത്രികാല ജ്ഞാനം കൊണ്ട് പറഞ്ഞ് 1000ഉം 2000ഉം 5000ഉം ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതൊക്കെ ഒരു തെറ്റുമില്ലാതെ സത്യമാണെന്ന് ഇന്നും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അതൊക്കെ ഏകദേശം ശരി തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇവരുടെ അവസ്ഥയിലാണ്. അപ്പൊ ഇത് ഈ മാനസികമായിട്ടുള്ള അവസ്ഥ ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കണം. അതിനെന്താ ചെയ്യാം? അത് കലിയുഗത്തിൽ അങ്ങനെയാന്ന് പറഞ്ഞു. യുഗങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. ആർക്കും അറിയാം? എത്ര എണ്ണുണ്ട്? പേപ്പർ 4 ആരോ പറഞ്ഞല്ലോ. മിടുക്കൻ.
അപ്പൊ 4 യുഗങ്ങൾ. ആദ്യത്തെ യുഗം ഏതാണെന്ന് അറിയോ? ഈ 4 യുഗം തീർന്നോ പിന്നെ അതേപോലെ വീണ്ടും ആദ്യം തൊട്ട് വീണ്ടും വരും. ഒന്നാമത്തെ യുഗം ഏതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും? ഓർമ്മയില്ല? എന്നാ ഞാൻ പറയാം. കൃതയുഗം. എന്താണ് കൃതയുഗം? അതിന് വേറെ പേരുകളുണ്ട്. സത്യയുഗം. ഇനി മറക്കൂലല്ലോ. നിങ്ങൾ ഇതെല്ലാം ഓർത്തിരുന്നിട്ട് വരുന്നല്ലോ അല്ലെ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാത്ത. കേട്ടിട്ടുണ്ടല്ലോ. കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗമാണ് ഒന്നാമത്തെ യുഗം. കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെയുണ്ട്. കൃതയുഗ അഥവാ സത്യയുഗത്തിൽ, കൃത എന്ന് പറഞ്ഞാൽ 4 എന്നാണ് അർത്ഥം. എത്രയാണ്? 4. അപ്പൊ എന്തായാലും പ്രത്യേകം അറിയാമോ? കൃതയുഗത്തിൽ 4 അവതാരങ്ങളുണ്ട്. ആരുടെ? വിഷ്ണു ഭഗവാന്റെ അല്ലേ? വിഷ്ണു ഭഗവാന്റെ അല്ലേ ദശാവതാരങ്ങൾ അല്ലേ? അപ്പൊ എത്ര അവതാരങ്ങളുണ്ട് ആദ്യത്തെ യുഗത്തിൽ? 4. അത് ഏതൊക്കെയാണെന്ന് മോൻ പറയൂ. നല്ലൊരു കുട്ടി ധൈര്യം ഉണ്ട്. ഇവിടെ വന്നിരിക്കും. നമുക്ക് വർത്താനം പറയാം. കൈയടിച്ചോട് മക്കളെ. നിങ്ങൾ എന്താ ആൾക്കാരാ? മോന്റെ പേരെന്താ? ഒരു ഷെയ്ഖാന്റെ ഇവിടുന്ന് തരിക. അതുപിടി വീടുക്കൻ ഇവിടെ വന്നിരിക്കുന്നോ? എടാ എനിക്ക് അറിയാത്തൊക്കെ എന്നോട് ചോദിക്കാലോ. ഇങ്ങോട്ട് നല്ല മോനല്ലേ? ഇവിടെ സ്റ്റേജിൽ വന്നിരുന്നോടെ മിടുക്കനാട്ടോ. ഞാൻ പരിചയപ്പെട്ട മുഖാവും ആ കുട്ടിക്ക്. നിങ്ങൾക്ക് അറിയാത്തോണ്ടല്ലേ നിങ്ങൾ പറയൂല. തെറ്റിപ്പോകും വിചാരിച്ചിട്ട്. അപ്പൊ ഏതൊക്കെയാ കേട്ടായിരുന്നു? അന്ന് പറയാം. ഇനി പറയാമോ? ഈ 4 അവതാരങ്ങൾ പറയാമോ? ആദ്യത്തെ അവതാരം ഏതാ? ഉണ്ണേട്ടാ അവരും മിണ്ടുന്നില്ല. ഇവര് പറയുന്നില്ല. എന്തെങ്ങനെ? നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ടാണോ? അങ്ങനെ ഞാൻ പറഞ്ഞു തീർത്തു. അങ്ങനെ പറഞ്ഞത് എന്താ കാര്യം? മത്സ്യം. രണ്ടാമത് പറയും. ഇവരെന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ. അവർ വേറെ എന്തൊക്കെയാ പറയുന്നത്? ഇവര് പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിച്ച് നോക്കിയതാ. ഏതൊക്കെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം. ബാക്കി മോഹൻലാല് അല്ല നരസിംഹം. അതെങ്കിലും അറിയില്ലേ നിങ്ങൾക്ക്? നരസിംഹം അറിയില്ലേ? കണ്ടിട്ടുണ്ടോ നരസിംഹത്തെ? സീരിയലിലോ സിനിമയിലോ കണ്ടിട്ടുണ്ടോ? തൂണ് വളർന്നു വരുന്നത് കണ്ടിട്ടില്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു ഇല്ലേ? ഹിരണ്യകശിപു മകനെ പ്രഹ്ലാദനോട് ദേഷ്യം പിടിച്ച് ചൂടായിട്ട് നിന്റെ നാരായണൻ എവിടെ ഉണ്ടടാ കാണട്ടെ എന്ന് വെച്ച് തൂണിലുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു. ഒറ്റ ചവിട്ട. അപ്പോഴാണ് ഭഗവാൻ നരസിംഹം ആയിട്ട് അവതരിക്കുന്നത്. നരനും സിംഹവും. ഉടനെ മനുഷ്യന്റേത് തല സിംഹവുമായിട്ട് വന്നതാണ്. അതിന്റെ കാരണമൊക്കെ എന്താ? ഞാനത് പറഞ്ഞാൽ നമുക്ക് വിഷയം പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് 4. അടുത്ത യുഗത്തിന്റെ പേര് പറയും. ഒന്ന് പറഞ്ഞായിരുന്നു കൃതയുഗം. രണ്ടാമത്തെ പറഞ്ഞു കൊടുത്ത് ത്രേതായുഗം. ത്രേതായുഗത്തിൽ ആരുടെയെങ്കിലും പേരറിയാമോ? രാമൻ, ശ്രീരാമൻ. കേട്ടുണ്ടോ? അതിരിക്കട്ടെ. 3 ത്രീ എന്ന് പറഞ്ഞാൽ 3 ത്രേതായുഗത്തിൽ 3 എന്ന് പറഞ്ഞാൽ എത്രയാ? ഒന്ന് സംസാരിച്ചൂടെ? പറയ്. 3 ഏതാ? ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് പറഞ്ഞാലേ ബാക്കി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ആയിപ്പോയി. പറയ് സുഹൃത്തുക്കളെ. 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3. അപ്പൊ എത്ര അവതാരമുണ്ട്? പറയും. ഒറ്റത്തെ പറയും. ഇതെന്താ ഇങ്ങനെ? 3. ആ 3ന്റെ പേര് പറയും. നരസിംഹം കഴിഞ്ഞിട്ട് 3 അല്ല കുട്ടി. ഇപ്പൊ പറയും. സമ്മാനം കൊണ്ട് നോക്കിക്കോ. ബാക്കി 3 പറയും. നരസിംഹം കഴിഞ്ഞാൽ ഏതാണ്? നരസിംഹം കഴിഞ്ഞാൽ അതാ കേട്ടോ. പറയും ബാക്കി. വാമനൻ കഴിഞ്ഞാൽ മഴയെടുത്തല്ലോ. ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഇത്രവനത്തിങ്കൽ എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരുന്നുണ്ടല്ലോ. ഒന്ന് പറഞ്ഞോട് മോനെ. അവർക്കൊരു നാണം വരട്ടെ. ഇവർക്ക് അറിയാവിടെ. അവർ പറയത്തില്ല. ആരാണ്? പരശുരാമൻ. പിന്നെ ഒരാളുകളുണ്ടല്ലോ ശ്രീരാമൻ. കിട്ടിയോ? ഇവരെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടോ ഞാൻ കേൾക്കാനില്ല കേട്ടോ. ഏതൊക്കെയാ ഒന്നും പറയും. വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ. ഓക്കെ അല്ലേ? ഇനി ദ്വാപരയുഗമല്ലേ അടുത്തത്? ദ്വാപരയുഗത്തിൽ ദ്വാ എന്ന് പറഞ്ഞ 2. അതാരൊക്കെയാ? ഒരാളെ ഞാൻ കാണിക്കട്ടെ. കണ്ടോ? അതുമല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് കാണിച്ചതല്ലേ എന്ന് പറഞ്ഞ ആരാണ്? എന്റെ പേര് തന്നെയാ. മുരളീധരൻ. കൃഷ്ണ ഭഗവാൻ അല്ലേ? ആ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടല്ലോ. ഈ കൃഷ്ണന്റെ സീരിയലോ മറ്റുണ്ടല്ലോ നമ്മുടെ ഏതോ ഒരു ചാനലില്. ആ കൂട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ആ സീരിയലിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഹിന്ദിയിൽ ഉണ്ടാക്കിയിട്ട് മലയാളത്തിൽ അവതരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണ കഥകള്. അതിലെ കൂടെ നടക്കുന്ന ആളുടെ പേര് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ എന്തിനെത്ര ബലം പിടിക്കുന്ന ആദ്യം പറഞ്ഞ പോലെ. ബലരാമൻ. ഓക്കെ ആണോ? അപ്പൊ 2 ഓക്കെ അല്ലേ? ഇനി അവസാനത്തെ യുഗം ഏതാണ്? കലിയുഗം. കലിയുഗത്തിൽ കലി വന്നോളൂ കേട്ടോ. കൽക്കി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയുള്ളൂ. അതിലെ ഒരുപാട് യുഗങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞു പോകാനുണ്ട്. എല്ലാം പറയുന്നില്ല. ഇതിലൂടെ ആവശ്യമുള്ളത് മാത്രം പറയാം. 1. ആദ്യത്തെ യുഗം കൃതയുഗമല്ലേ? സുഹൃത്തുക്കളെ, ഭക്തജനങ്ങളെ,
കൃതയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും 2 ഗ്രഹങ്ങളിലാണ് താമസിച്ചതെന്നാ പറയുന്നത്. 2 ഗ്രഹങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിലൊന്ന് സ്വർഗം, മറ്റൊന്ന് നരകം. അപ്പൊ സ്വർഗത്തിൽ ആരാണ്? ദേവന്മാർ. നരകത്തിൽ ആരാണ്? അസുരന്മാർ. ഓക്കെയാണോ? ഉറപ്പിച്ചോ? ഇനി രണ്ടാമത്തെ യുഗം ത്രേതായുഗം. ത്രേതായുഗത്തിൽ 2 രാജ്യത്തായിരുന്നു ദേവന്മാരും അസുരന്മാരും വസിച്ചത് എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ദേവന്മാർ ഒരു രാജ്യത്ത്, അസുരന്മാർ മറ്റൊരു രാജ്യത്ത്. ദേവന്മാർ അയോധ്യയിൽ അഥവാ ഭാരതത്തിൽ. മറ്റാരോ വേറെ എവിടെയാ? 10 തലയൊക്കെയുള്ള ഒരു ടീം ഉണ്ടായിരുന്നു അസുരഗണങ്ങൾ. എവിടെയാ? ലങ്കയിൽ. ഓക്കെ ആണോ? കിട്ടിയില്ല. ഇനി പറയുന്നില്ല, ആവർത്തിക്കില്ല, സമയത്തിൽ പോയി. പിന്നെ വീണ്ടും അടുത്തത് ദ്വാപരയുഗമല്ലേ? ദ്വാപരയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും 2 കുടുംബങ്ങളിലായിരുന്നു. ദേവന്മാർക്ക് ഒരു കുടുംബം, അസുരന്മാർക്ക് ഒരു കുടുംബം. അത് ഇവര് പറയും. ദേവന്മാരുടെ കുടുംബത്തിന്റെ പേര് പറയും. കൃഷ്ണ ഭഗവാൻ ഉള്ളപ്പോഴാണ്. കൃഷ്ണ ഭഗവാൻ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? അവരുടെ കൂടെയാണ്. പറഞ്ഞ പാണ്ഡവര്. ഈ കുട്ടിക്ക് സമ്മാനം കൊടുക്കണ്ട. പച്ച സാരി, പച്ച നീല ചുരിദാറിട്ടിരിക്കുന്ന ചെറിയ കുട്ടി. നിങ്ങൾ പറഞ്ഞായിരുന്നോ ഏതാണ്? പാണ്ഡവര്. അതുപോലെ തന്നെ അസുരന്മാർ ഏതാണ്? കൗരവര്. ഓക്കെ ആണോ? മറന്നുപോയില്ലല്ലോ. ദ്വാപരയുഗത്തിൽ 2 കുടുംബങ്ങൾ. ഓക്കെ ആണോ? കൗരവ കുടുംബവും പാണ്ഡവ കുടുംബവും, 2ഉം ഗുരുവംശമാണ്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ അതാണ് കലിയുഗമാണ്. കലിയുഗത്തിൽ അത് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇനി പറയുന്നത്, ഈ യുഗത്തിൽ, കലിയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും ഒരേ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ആയിന്ന്. കേട്ടോ? ഇപ്പൊ പിന്നെ മനസ്സിലായോ? നേരത്തെ പറഞ്ഞിട്ടാണ് ആദ്യം 2 ഗ്രഹങ്ങളിൽ, പിന്നെ 2 രാജ്യത്ത്, പിന്നെ 2 കുടുംബങ്ങൾ. ഇപ്പൊ എവിടെ നിൽക്കുന്നു? ദേവനും അസുരനും ഒരേ മനുഷ്യന്റെ ഉള്ളിലാണ്. നിങ്ങൾക്ക് ദേവനും അസുരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദേവന്റെ സ്വഭാവം അറിയാമോ? നിങ്ങൾ ദേവന്മാരെ കണ്ടിട്ടില്ല ഇല്ലേ? ഒരുങ്ങിപ്പാറ നമ്മുടെ ശ്രീ ശാസ്ത്ര ഭഗവതി ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ പ്രഭാഷണം കേൾക്കാൻ ഇരിക്കുന്നവർ മുഴുവനും ദേവന്മാരാ, ദേവിമാരുമാണ്. സംശയണ്ട? അതന്നെ. കുട്ടിക്ക് എന്തോ മനസ്സിലായി തോന്നുന്നു. പറഞ്ഞ കേട്ടോ? നിങ്ങളൊക്കെ ഇപ്പൊ ആരാണ്? ദേവന്മാരും ദേവിമാരുമാണ്. എന്നാൽ നിങ്ങൾ ചിലപ്പോ രാത്രി 12 മണിക്ക് വീട്ടിലിരിക്കുന്ന സമയത്തോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. രാത്രി അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, അല്ലെ വീട്ടുകാർ മാത്രമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോ എന്തായി മാറും? ആരും മിണ്ടുന്നില്ല. ചിലപ്പോ വീട്ടുകാരൻ, ഇത്ര ഒപ്പിടരുതെന്ന് നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാടേ, എന്റെ മനുഷ്യ, ഈ പണിയെല്ലാം എടുക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടി കഞ്ഞി ഉണ്ടാക്കി തന്ന എന്നോടാണോ കുറ്റം? അപ്പൊ അസുരം പുറത്തിയാടിയോ? ഇപ്പൊ മനസ്സിലായോ? ഒരാളുടെ ഉള്ളിൽ തന്നെയാണ് 2ഉം എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? വെറുതെ അല്ലല്ലോ ഭാഗവതത്തിൽ ഇത് പറഞ്ഞത്. ശരിയാണോ സഹോദരി? സത്യല്ലേ? മനുഷ്യന്റെ സ്വഭാവം അറിയാലും നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? ഇത് ഞാൻ ആദ്യം പറഞ്ഞൊരു കഥയുണ്ട്. അതായിരുന്നു 3 സഞ്ചിയും കൊണ്ട് പോയ കഥ മറന്നുപോയോ? അയാൾ ആ സഞ്ചിയും കൊണ്ട് ആ വീട്ടിലെത്തുന്നവരെ ദേവനാ. പിന്നെ അയാൾക്ക് തോന്നുന്നു ഇതുകൊണ്ട് കടന്നു കളഞ്ഞാൽ മറ്റാൾ അറിയില്ല. അപ്പൊ അയാൾ അസുരം പുറത്തിയാടി. പിടി കിട്ടിയോ? ഇതാണ് കാര്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെയും എന്റെയും ഒക്കെ ഉള്ളിൽ ഈ അസുരൻ ഉണ്ട്. ഈ അസുരനെ നമുക്ക് ഉറക്കണം. പൂർണ്ണമായിട്ട് അസുരനെ പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാര്യം? ചില സമയത്ത് പിന്നെ ഇത് പുറത്തിയാകും. അപ്പൊ ഉറക്കി കിടത്തിയിട്ട് ദേവനെ ഉണർത്തണം. അതേ പറ്റത്തുള്ളൂ. ശരിയാണോ? അതെങ്ങനെ സാധിക്കും? അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലെ അസുരനെ ഉറക്കി ദേവനെ ഉണർത്താനുള്ള ഒരു ഏർപ്പാട്, ഒരു മാർഗം ഇവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥന, അത് ക്ഷേത്ര ദർശനം, പ്രഭാഷണം കേൾക്കുന്നത്, പുണ്യഗ്രന്ഥ പാരായണം, തീർത്ഥാടനം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്തിന്? നമ്മുടെ ഉള്ളിലെ നന്മ പുറത്തു വരാൻ. മനസ്സിലായോ? അപ്പൊ നമ്മൾ നന്നാവൂലേ? നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നന്മ പുറത്തു വരും. നമ്മുടെ ചീത്ത സ്വഭാവം പോകൂലേ? ശരിയാണോ? നമ്മൾ നല്ല പുസ്തകം, ഇപ്പൊ രാമായണോ മഹാഭാരതം ഒക്കെ വായിച്ചാൽ എന്താവും? നമ്മൾ നന്നാവോ ഇല്ലയോ? ഇല്ലേ? നന്നാവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സിനെ നന്നാക്കുന്നത് നമ്മൾ വായിച്ചാലും കേട്ടാലും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന ചൊല്ലിയാലും ഒക്കെ നമുക്ക് അതിനുള്ള അറിവല്ലേ തരുന്നത്? ആണോ? അതിനുള്ള അറിവല്ലേ നമുക്ക് കിട്ടുന്നത്? അപ്പൊ നല്ല അറിവ് കിട്ടിയാൽ നമ്മൾ നന്നാകുമോ? ശരിയാണ്. അപ്പം നമുക്ക് കിട്ടേണ്ട അറിവ് ഏതാണ്? ആധ്യാത്മികമായ അറിവാണ്. ആത്മാവിനെ സംബന്ധിച്ചത്, ഈശ്വരനെ സംബന്ധിച്ചത്. മനസ്സിലായോ? അത് നമുക്ക് കിട്ടിയാൽ എന്താവും? നമ്മൾ നന്നാകും, മനുഷ്യൻ നന്നാവും. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട് നന്നാകുമെന്ന്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് അറിയുന്നത്, മോനെ, നമ്മുടെ വാൽമീകിയെ കുറിച്ചാണ്. വാൽമീകിയെ പറ്റിയുണ്ടോ? നമ്മുടെ വാൽമീകി നമുക്ക് രാമായണൊക്കെ തന്നെ. ഈ വാൽമീകിയുടെ ആദ്യത്തെ പേര് ആര് പറയും? അല്ലെങ്കിൽ ഞാൻ പറയും? ആരാ പറയാ? ഒന്ന് ആലോചിക്കാം. അങ്ങനെ പേരില്ലേ? വാൽമീകി ആദ്യം വാൽമീകി ആയിരുന്നോ? അല്ല, കാട്ടാളനായിരുന്നോ? അല്ലേ? അന്ന് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ ഭംഗിയെ പറയുന്നതാണ് പൂർവാശ്രമം. അങ്ങനെയല്ലേ ഉണ്ണേട്ടാ? ആ പൂർവാശ്രമത്തിന്റെ പേരെന്തായിരുന്നു? ഇതിന് സമയം എന്നോട് പറഞ്ഞിട്ടോ, ഞാനിങ്ങനെ പറഞ്ഞു നോക്കും, ഞാൻ സമയം നോക്കൂല. ഓക്കെ ആണോ?
പൂർവാശ്രമത്തിലെ പേര് രത്നാകരനല്ലേ? ആ കുട്ടിയോട് പറയുന്നുണ്ട്, രത്നാകരനല്ലയോ? രത്നാകരന്റെ പണി എന്തായിരുന്നു അറിയില്ലേ? കാണുന്നവരെ എല്ലാം കൊള്ളയടിക്കുക, പിടിച്ചു പറിക്കുക, തല്ലിക്കൊല്ലുക, എല്ലാം അടിച്ചു മാറ്റുക. ഇങ്ങനെ പിടിച്ചു പറിച്ച് തിന്നുന്ന പരിപാടിയായിരുന്നു. ആർക്ക്? കുടുംബം നോക്കുന്നത് എങ്ങനെയായിരുന്നു? പിടിച്ചു, അതറിയാമല്ലോ അല്ലേ? തട്ടിപ്പ് തരിയുടെ പരിപാടിയായിരുന്നു പിടിച്ചു പറി. അങ്ങനെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സപ്തർഷികൾ, സന്യാസി ശ്രേഷ്ഠന്മാര്, സപ്തർഷികൾ എന്ത് ചെയ്തു? ആ വഴിക്ക് വന്നു. സപ്തർഷികളെ ഇയാൾ ചാടി വീണ് തടഞ്ഞു. നിൽക്കവിടെ എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നമുക്ക് ഇപ്പൊ കിട്ടണം, എടുത്തോളാൻ പറഞ്ഞു, ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞു. അപ്പോഴാ സന്യാസിമാരും സപ്തർഷികൾ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല മോനെ, നീ വിചാരിക്കുന്നതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ സന്യാസിമാരാ, ഒന്നുമില്ല, അതുകൊണ്ട് നിനക്കൊന്നും തരാനില്ല, നീ എന്താ വിചാരിച്ചത്? അങ്ങനെയാണ് നിങ്ങൾ വിടൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ പറയുന്ന കാട്ടാളനോട്, ഈ ക്രൂരത ചെയ്യുന്ന അസുരനായി മാറിയ അയാളോട് ചോദ്യങ്ങൾ ചോദിച്ചു. നീ എന്താണ് മോനെ ഈ ചെയ്തു കൂട്ടുന്നത്? നീ ചെയ്തു കൂട്ടുന്ന മഹാപാപങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ, അതിന്റെ ഫലം എത്രയാണെന്ന് നിനക്കറിയുമോ? ഇത് നീ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്ത് മോചനം നേടും എന്നങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്തത് സത്യത്തിൽ നമ്മൾ ഇപ്പൊ പറയുന്ന ആത്മജ്ഞാനമാണ്. ആത്മാവിനെ സംബന്ധിച്ച്, ഈശ്വരനെ സംബന്ധിച്ച് ആ നന്മയാണ് അവർ പറഞ്ഞു കൊടുത്തത്. അയാളുടെ ഉള്ളിൽ കിടക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഉറങ്ങിപ്പോയ ദേവനെ ഉണർത്തുന്ന പണി അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി. അപ്പൊ സംശയം തോന്നിയപ്പോ പറഞ്ഞു, അങ്ങനെ ഇതിന്റെ എല്ലാം പാപങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലോ, കുറെ മക്കളൊക്കെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി വീതം വെച്ചെടുത്ത് കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു ശിക്ഷയല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് ശരിയാവൂല മോനെ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ. നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം, പങ്കിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ആവുന്നില്ല, ഞാൻ വിചാരിച്ചാൽ എന്റെ ഭാര്യയൊക്കെ ഏറ്റെടുക്കാം, ഉറപ്പാണെന്ന് ചോദിച്ചു. എന്നാ നീ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റും. ഒറ്റ വട്ടത്തിൽ വീട്ടിൽ പോയി ചോദിച്ചു, ഭാര്യനോട് ചോദിച്ചു, ഞാനിങ്ങനെ പിടിച്ചു പറിച്ചൊക്കെ കൊണ്ടുവന്നല്ലേ നമ്മൾ തിന്നുന്നത്, അതിന് ഒരുപാട് പാപമുണ്ട്, അത് അവസാനം വലിയ പ്രശ്നത്തിലായി തീരും, അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ കുറച്ച് പേര് എന്നോട് പറഞ്ഞു. നമ്മളത് ഷെയർ ചെയ്താൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ, നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു. പിന്നെ തിന്നാൻ ഞങ്ങൾ കൂടും, പാപമൊക്കെ നിങ്ങളിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഞെട്ടിയത്. തിരിച്ചോടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി പോയി, എന്റെ ഭാര്യ മക്കളും ഒന്നും ആ പാപത്തിന്റെ പങ്ക് ഏറ്റെടുക്കൂലെന്നാ പറഞ്ഞത്, ഇതെല്ലാം കൂടി ഇപ്പൊ ഞാനല്ലേ വഹിക്കേണ്ടി വരിക, ഞാൻ എത്ര മാത്രം പാപം ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ അനുഭവിച്ചു തീർക്കും? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. താണു വീണ് അപേക്ഷിച്ച അവരുടെ കാൽക്കൽ വീണ്. അപ്പൊ പറഞ്ഞു, എഴുന്നേക്ക് നീയാ, നിനക്ക് വഴി പറഞ്ഞു തരാം, നിനക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈശ്വരന്റെ പാദത്തിൽ നീ ശരണം തേടുക. മനസ്സിലായോ? ദൈവത്തിന്റെ മുന്നിലേക്ക് പോയിക്കൊള്ളുക, ഈശ്വരനെ വിളിക്കുക, പ്രാർത്ഥിക്കുക, ഈശ്വര സന്നിധിയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈശ്വര സന്നിധിയിൽ പോകണം, എന്താ ചെയ്യാ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ അറിയോ? എന്ത് പ്രാർത്ഥന? എനിക്കറിയില്ല. പിന്നെ നിനക്ക് എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. നിനക്ക് എന്താ അറിയുന്നത്? കൊല്ലാൻ അറിയാം. കൊല്ലാനുള്ളതേ സംസ്കൃതത്തിൽ ഹിന്ദിയിലൊക്കെ പറയും, മാരോ എന്ന് കേട്ടിട്ടുണ്ടോ? കൊല്ലുക, കൊല്ലുക, മരിക്കുക, കൊല്ലുക. ഇതാണ് ആകെ അറിയുന്നത്. മൂപ്പര് ഇന്ന് വരെ പല്ല് വെച്ചിട്ടില്ല, നാക്ക് ഒഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഇതൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത ആളോട് നീ പിന്നെ എന്ത് ചെയ്യും? നിനക്ക് ആകെ അറിയുന്ന വേർഡ്സ്, വാക്കുകൾ ഏതാണ്? മരാന്ന്. എന്നാ ഒരു കാര്യം ചെയ്യും, നീ അത് തന്നെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എന്നാ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ തുടങ്ങി, അതെങ്ങനെ ചെയ്യും? ആയി പോയി. മനസ്സിലായി പറഞ്ഞത്? സ്പീഡിൽ പറഞ്ഞപ്പം രാമ. ഇനി ഇയാൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയല്ല. മനസ്സിലായോ? എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇടിവെട്ടിയാൽ അറിയില്ല, ഭൂമി കുലുങ്ങിയാൽ അറിയില്ല, കാറ്റടിച്ചാൽ അറിയില്ല, മഴ പെയ്താൽ അറിയില്ല. കാരണം ചെയ്തു പോയ മഹാപാപങ്ങളിൽ നിന്ന് മോചനമുണ്ടാകണമെന്ന ഏറ്റവും ഉത്കടമായ, അതിതീഷ്ണമായ ആഗ്രഹത്തിൽ അങ്ങേയറ്റം ഗാഠമായ ഏകാഗ്രതയിൽ ലയിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഇരുന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉണ്ടായ കാലാവസ്ഥയിലെ മാറ്റം, മഴ ഒന്നും അറിഞ്ഞില്ല. 1000 കൊല്ലം അവിടെ നിന്ന് മണ്ണ് മൂടിപ്പോയി. ആ മണ്ണിൽ മൂടി അകത്തിരുന്നതും ഇയാൾ അറിഞ്ഞില്ല. അപ്പോൾ സപ്തർഷിമാർ തിരിച്ചു വന്ന് മണ്ണ് പൊട്ടിച്ച് അയാളെ പുറത്തിറക്കിയപ്പോൾ അദ്ദേഹത്തിന് പുതിയ പേര് വന്നു. വാത്മീകത്തിന് പുറത്ത് വന്നു, വാത്മീകി മഹർഷി. ശരിയല്ലേ? ഈ വാത്മീകി മഹർഷി അങ്ങനെ പുറത്തു വന്ന ശേഷം അദ്ദേഹം ഈശ്വര സാക്ഷാത്കാരം നേടി സർവജ്ഞാനിയായി, ത്രികാലജ്ഞാനിയായി, മഹാപണ്ഡിതനായി, സാത്വികനായി മാറി. അങ്ങനെയാണ് നമുക്ക് രാമായണം കിട്ടിയത്, അല്ലയോ? ശ്രീരാമ ഭഗവാന്റെ ഗുരുവായി മാറി. ശ്രീരാമ ഭഗവാന്റെ മക്കൾക്ക് പേരിട്ട് തരാൻ വാൽമീകിയല്ലേ? ലെവലി മുസ്ലിം പറഞ്ഞില്ലേ? അങ്ങനെ എന്തൊക്കെയാണ് പിന്നീട് കാണുന്നത്? ഇനി അങ്ങനെയുള്ള വാൽമീകി മഹർഷി ഒരു ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് തമസാ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഒരു സന്ദർഭം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക.
തമസാ നദിയുടെ തീരത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആ മരത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ 2 പക്ഷികൾ ഇരുന്ന് വർത്തമാനം പറഞ്ഞുണ്ടോ? ഒന്ന് നോക്കിയതായിരിക്കുന്നു. ക്രൗഞ്ച മിഥുനങ്ങൾ എന്നാ പറയാ. ഒരു ആൺപക്ഷിയും പെൺപക്ഷിയും ഇരുന്നിട്ട് എന്തൊക്കെയൊരു വിശേഷം, മഴ പെയ്യോ എന്നൊക്കെ എന്തോ ചോദിക്കാം. ആ ചോദ്യം ചോദിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വേടൻ വന്നിട്ട് നേരെ അമ്പയച്ചൊരു പക്ഷിയെ താഴേക്ക് ഇടുന്നത്. അമ്പയച്ച് കരഞ്ഞ് പിടഞ്ഞ് നിലത്ത് വീണ് കിടന്ന് പെടയാണ്, ജീവന് വേണ്ടി പെടയുന്ന പക്ഷി. ഈ ഇണപ്പക്ഷിയെ അമ്പയത് താഴെയിട്ട ആ വലിയ വേദനയിൽ പക്ഷി ഇണപ്പക്ഷി വട്ടവിട്ട് ചിറകടിച്ച് ആർത്തലച്ച് കരഞ്ഞ് പറക്കുകയാണ്. ആ അതിദയനീയമായ രംഗം കണ്ടപ്പോൾ ആ പറഞ്ഞ വാത്മീകി മഹർഷി ചാടി എഴുന്നേറ്റ് ശപിച്ചു. അവിടുന്ന് ശപിക്കാണ്. ആ ശാപവാക്യം കേട്ടവർ രാമായണം ഉണ്ടാവുന്നു. ഏതായിരുന്നാലും ആ ശാപം അവിടെ വീഴാണ്. ഇനി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പക്ഷിയെ ഇങ്ങനെ അമ്പെയ്ത് വേടൻ കൊല്ലുന്ന സമയത്ത് ആ പുഴയിൽ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ രത്നാകരനായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളിപ്പോ പറയണം. എന്നിട്ട് ഇനി ബാക്കി മുന്നോട്ടുള്ളൂ. രത്നാകരനായിരുന്നു അവിടെ നിന്നതെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? പറയൂ. ആര് പറയുന്നില്ലല്ലേ? എന്നാ ഞാൻ പറയാം. എന്ത് സംഭവിക്കും? ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്നത്, ആ രത്നാകരൻ പറയും ആ പക്ഷിനെ കൂടി വട്ടമിട്ട് പറക്കുന്ന ഇണപ്പക്ഷിയെ കൂടി അമ്പയച്ച് താഴെ ഇടാൻ പറയുമായിരുന്നു. ശരിയോ തെറ്റോ? പറയില്ലായിരുന്നോ? ഇല്ലേ? ഏത് വാൽമീകി അല്ല, രത്നാകരൻ ആ പിടിച്ചു പറിക്കുന്ന കാലത്ത്. അടുത്തത് പിന്നെന്ത് ചെയ്യും? ചിലപ്പോൾ 2 പക്ഷി വീണത് കൊണ്ട് ഒന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞൊരു അടി ഉണ്ടാവാനും സാധ്യതയുണ്ട്. അവിടെ തല്ലും കൂടി നടക്കും. ശരിയോ തെറ്റോ? പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? വാൽമീകി മഹർഷിയായി തീർന്ന ശേഷം ഒരു പക്ഷിയെ വേടൻ അമ്പയച്ച് കൊല്ലുന്ന രംഗം പോലും സഹിക്കാൻ കഴിയാത്ത, എന്താണ് പറയാ, അനുകമ്പയുടെ ആൾരൂപമായി ആര് മാറി? അനുകമ്പയുടെ മൂർത്തിയായിട്ട് ആര് മാറി? വാൽമീകി മാറിയില്ലേ? എങ്ങനെയാ മാറിയത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ ആ എന്താണ് പറയാ, സപ്തർഷിമാർ നൽകിയ അറിവിൽ നിന്നാണത്. ശരിയോ തെറ്റോ? സപ്തർഷിമാർ ആത്മജ്ഞാനം അഥവാ ഈശ്വരനെ സംബന്ധിച്ച ജ്ഞാനം പകർന്നു കൊടുത്തപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായ മാറ്റവും പ്രാർത്ഥനയും ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തിക്കുകയും അയാൾ ഏറ്റവും അനുകമ്പയുടെ മൂർത്തിയായി അറിവിന്റെ എല്ലാ വിധത്തിലുള്ള അറിവിന്റെയും എന്താണ് പറയാ നിറകുടമായി മാറി അദ്ദേഹം നമുക്ക് രാമായണമൊക്കെ എഴുതി തന്നു. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ അറിവ് മനുഷ്യന് പകർന്നു നൽകിയാൽ മനുഷ്യൻ നന്നാവോ ഇല്ലയോ? ഇനി ഒരു ഉദാഹരണം വേണം. നന്നാവോ? ഇല്ലേ? ഇതിപ്പോ അങ്ങനെ നിങ്ങൾക്ക് പിന്നെ നേരിട്ട് പറഞ്ഞു തരാൻ പറ്റിയ ഉദാഹരണം ഏതാ? അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുത്താൽ മനുഷ്യൻ നന്നാവും എന്നുള്ളത് അറിയാൻ അതിന് വേണമെങ്കിൽ ഞാൻ വേറെ ഉദാഹരണം പറയാം. ഒരു സ്കൂളിലേക്ക് പോയാലോ? ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ നല്ലൊരു അധ്യാപകൻ ക്ലാസ് എടുത്ത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അതുപോലെ ഈ പാഠത്തിനൊപ്പം തന്നെ നല്ല ഇതുപോലുള്ള മനസ്സിൽ കുട്ടികളുടെ ഉള്ളിൽ നല്ലത് വരാൻ വേണ്ടി നന്മയുടെ പാഠങ്ങളും കൂടി പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു അധ്യാപന ക്ലാസ്സാണ്. അങ്ങനെ ഇരിക്കെ വിഷു വന്ന സമയത്ത് ഈ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ബിന്ദു എന്ന് പേരായ ഒരു കുട്ടിക്ക്, ഈ 9ാം ക്ലാസ്സിലാണ്. ഈ കുട്ടിക്ക് വീട്ടിൽ ഒരു നിവൃത്തിയില്ല. അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അമ്മ കൂലിപ്പണിക്കാരിയായിരുന്നു. 2 മാസം പനിയൊക്കെ ആയിട്ട് പണിക്ക് പോയില്ല. ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഒരു നിവൃത്തിയില്ല, പട്ടിണിയിലാണ്. അപ്പൊ ഈ വിഷു വന്ന സമയത്ത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചാൽ കൊള്ളാമെന്ന് ഈ അധ്യാപകൻ തോന്നി. അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്യുന്നറിയാമോ? ക്ലാസ്സിൽ ഇങ്ങനെ ഈ കുട്ടി പാവമാണ്, അവിടെ വീട്ടിലൊന്നും ഇല്ല, അതുകൊണ്ട് എന്താ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് നാണക്കേടാ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. കുട്ടികൾ അങ്ങനെ മറ്റു കുട്ടികളുടെ മുമ്പിൽ മോശക്കാരിയാക്കാൻ പാടില്ല. അപ്പൊ ഇയാൾ കണ്ടുപിടിച്ചൊരു വിദ്യ, അവിടെ ക്ലാസ്സിൽ 49 കുട്ടികളുണ്ട്. ആ കുട്ടികളോട് വെച്ച് നമുക്ക് വിഷു അല്ലേ, നമ്മുടെ ക്ലാസ്സിൽ ഒരാൾക്ക് ഒരു കൈനീട്ടം കൊടുത്താലോ എന്ന് വെച്ചു. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരാൾക്ക് ഒരു കൈനീട്ടം കൊടുക്കാം. നിങ്ങളൊക്കെ 100 രൂപ കൊണ്ടുവരിക. 49 പേര് 100 രൂപ കൊണ്ടുവന്നാൽ 4900 100 രൂപ ഞാനും കൊണ്ടുവരും. അങ്ങനെ 5000 ആവൂലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അത് നറുക്കിട്ടിട്ട് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് കൊടുക്കാം. എന്താ, സമ്മതിച്ചോ? ഓ സമ്മതിച്ച്, ഞങ്ങളൊക്കെ കൊണ്ടുവരാന്ന്. അപ്പൊ കുട്ടികൾ പിറ്റേ ദിവസം 100 രൂപയുമായി വന്നു. എന്നിട്ട് അദ്ദേഹം 2 പെട്ടി, ഒരു പെട്ടി അവിടെ, ഒരു പെട്ടി ഇവിടെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന പൈസ ആ പെട്ടിയിലിടുക. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? പേരെഴുതിയിട്ട് പെട്ടിയിലിടുക. ഈ നിങ്ങൾ പേരെഴുതി ഇതിലിടുക, പൈസ അതിലിടുക. എന്നിട്ട് ഇതിൽ നിന്ന് നറുക്കെടുത്തിട്ട് കിട്ടുന്ന കുട്ടിക്ക് ആ പൈസ കൊടുക്കാം. സമ്മതമാണോ? ഓക്കെ, എന്നാ ഇട്ടോളാൻ പറഞ്ഞു. ആ പൈസ അവിടെ ഇട്ടു. 49 പേര് പേരെഴുതിയിട്ടു. ഇനി നറുക്കെടുക്കണം. ആ മുന്നിലിരിക്കുന്ന ഒരു കുട്ടീനടുത്ത് മോള് വന്നിട്ട് നറുക്കെടുക്കാൻ പറഞ്ഞു. കണ്ണടച്ചിട്ട് കൈയിട്ട് ഇടക്കിയിട്ട് ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ അധ്യാപകൻ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ കുട്ടിക്ക് തന്നെ കിട്ടണേ എന്റെ ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതല്ലേ അദ്ദേഹം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ആ കുട്ടി എടുത്തു, വായിച്ചു. അധ്യാപകന്റെ മനസ്സ് വല്ലാണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അദ്ദേഹം ഉദ്ദേശിച്ച ആ കുട്ടിക്ക് തന്നെ പൈസ കിട്ടി.
വളരെ സന്തോഷമായി. ആ പൈസ എല്ലാം കൂടെ സമ്മാനം കൊടുത്തു. ആ കുട്ടി ആ പൈസ സ്വീകരിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോൾ 2 പെട്ടിയുമായിട്ട് അയാൾ പോയി. 2 പെട്ടിയും അവിടെ കൊണ്ട ശേഷം അദ്ദേഹത്തിന് ഒരു വളരെ എന്താ പറയാ ഒരു തിരക്ക്, എന്താണ് വേഗം അറിയാൻ ഒരു ജിജ്ഞാസ. ആ പേരെഴുതിയിട്ട പെട്ടി പൊട്ടിച്ച് പേരെഴുതിയ പേപ്പർ പുറത്തേക്ക് ഇട്ടു. ഓരോന്നും എടുത്ത് വായിച്ചു നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞ ബിന്ദു എന്ന് പറയുന്ന കുട്ടിയുടെ പേരാണ് 49 പേര് എഴുതിയത്. മനസ്സിലായോ? ആരുടെ പേര് എഴുതിയത്? ആരുടെ പേര് എഴുതിയേ? സമയായോ? 49 പേരുടെ പേര് ആരാ എഴുതിയേ? ഓരോരുത്തരും എഴുതി. അധ്യാപകൻ പറഞ്ഞാലും അത് കുട്ടിക്ക് എഴുതാൻ ഇല്ല. പക്ഷെ ആ കുട്ടികളുടെ മനസ്സിൽ എന്തുണ്ട്? ഈ വിഷമം അറിയുന്നത് കുട്ടികളാണ്. നേരത്തെ പറഞ്ഞ വാൽമീകിയെ പോലെ പ്രയാസങ്ങൾ തിരിച്ചറിയുന്ന കുട്ടികളായി അവർ മാറി. അപ്പൊ അതെങ്ങനെ മാറിയത്? എങ്ങനെ മാറിയത്? ആ അധ്യാപകൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇവര് മിണ്ടുന്നില്ലല്ലോ. ആ നന്മ പകർന്നു കൊടുത്തില്ലേ മക്കളെ? ഇവര് മിണ്ടുന്നില്ല കേട്ടോ. ഇവരെന്താ ചെയ്യണ്ടേ? ഇവര് മിണ്ടില്ല. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഉണ്ണേട്ടൊക്കെ അറിയുന്ന, ഞാൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഒരു അധ്യാപിക ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളെ സ്വാധീനിച്ച ഒരാളെ കുറിച്ച് ഒരു പുറത്തിൽ എഴുതി തരാൻ പറഞ്ഞു. പുറത്തൊരു പേപ്പറിന് പുറട്ടോ, അടുത്തിരിക്കുന്ന പുറത്ത് എഴുതരുത്. അപ്പൊ എന്താണ് എഴുതാൻ പറഞ്ഞു. ആ ഓരോരുത്തരും നിങ്ങളെ സ്വാധീനിച്ചവരെ കുറിച്ച് കേട്ടിട്ടുണ്ടത്. അങ്ങനെ എത്ര കേട്ടിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് അതാ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഒരാൾ എഴുതി മോഹൻലാലിനെ കുറിച്ച് എഴുതി, ഒരാൾ മമ്മൂട്ടി എഴുതി, ഒരാൾ APJ അബ്ദുൽ കലാം എഴുതി, ഒരാൾ ശ്രീനാരായണ ഗുരു എഴുതി, ഒന്ന് വിവേകാനന്ദൻ എഴുതി, മദർ തെരേസ എഴുതി, അങ്ങനെ എല്ലാവരെ കുറിച്ച് എഴുതി. എഴുത്ത് കഴിഞ്ഞിട്ട് പേപ്പർ ഒന്നായിട്ട് ടീച്ചർ എല്ലാവരും വാങ്ങി. എല്ലാവരും വാങ്ങിയിട്ട് ടീച്ചർ സ്റ്റാഫ് റൂമിൽ പോയി. ഒഴിവുള്ള പീരീഡിൽ ഇത് ഓരോന്ന് വായിക്കാണ്. അപ്പൊ ഇങ്ങനെ APJ അബ്ദുൽ കലാമാണ് എന്നെ സ്വാധീനിച്ചത്. അതുപോലെ ഓരോന്ന് വായിച്ച് കുറച്ചെത്തി കഴിഞ്ഞപ്പോ ഒരു പേപ്പർ എടുത്ത്, ഇതാ പേപ്പർ ഇട്ടോ, അതോ നോക്ക്, ഇത് എഴുതിയിരിക്കുന്ന കുട്ടിയുടെ പേര് നരേന്ദ്രൻ എന്നാ. കാണുന്നുണ്ടോ അവിടുന്ന്? അതാ അതിന്റെ ഹെഡിങ് ഞാൻ വായിക്കാം. മൈ മദർ കല്യാണിക്കുട്ടി ഈസ് മൈ ഹീറോ. എന്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് എന്നെ സ്വാധീനിച്ചത്. കേട്ടാ പറഞ്ഞത്? കേട്ടിട്ടുണ്ടത്? എന്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് എന്നെ സ്വാധീനിച്ചത്. ടീച്ചർ ഉടനെ തന്നെ എടുത്തപ്പോ തന്നെ ആ ടീച്ചർക്ക് ഒരു പുച്ഛം. എന്നിട്ട് അടുത്തിരിക്കുന്ന ടീച്ചർ, ഇത് കേട്ടാ നരേന്ദ്രൻ എഴുതിയതാ, ഓന്റെ അമ്മയാണ് പോലും ഓന്റെ ഹീറോ. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാമോ? ഈ കല്യാണിക്കുട്ടി എന്ന് പറയുന്ന അമ്മ എന്ന് പറഞ്ഞാൽ ഈ നരേന്ദ്രൻ ഒരു ഏട്ടനും ഉണ്ട്, ഒരു അനിയത്തിയുണ്ട്. 3 മക്കളുടെ അമ്മയാണ്, അച്ഛനില്ല. അപ്പൊ ഇവർ താമസിക്കുന്ന വീടിന്റെ മേലെ ഭാഗമൊക്കെ ദ്രവിച്ചു പോയിട്ട് ആകാശം കാണാം. വളരെ ദാരിദ്ര്യം പിടിച്ച് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കൂലിപ്പണിക്ക് പോയിട്ട് എന്തെങ്കിലും കിട്ടിയാലും മാത്രം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന അത്രയ്ക്ക് നിർധനയായ മെലിഞ്ഞുണങ്ങിയ ഒരമ്മയെ കുറിച്ചാണ് മകൻ എഴുതുന്നത്. എന്റെ ഹീറോ, എന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്റെ അമ്മയാണെന്ന്. അപ്പൊ ടീച്ചർക്ക് പുച്ഛം തോന്നി എന്നുള്ളതാണ്. മനസ്സിലായോ? പക്ഷേ ടീച്ചർ പിന്നെ താഴോട്ട് വായിച്ചു നോക്കണമല്ലോ. വായിച്ചു നോക്കിയപ്പോൾ ആ കുട്ടി എഴുതിയിരിക്കുകയാണ്, എന്റെ അമ്മയെക്കാളും നല്ലൊരു പാട്ടുകാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ അനിയത്തിക്കുട്ടി പട്ടിണി കിടന്ന് വിശന്ന് വാവിട്ട് കരയുമ്പോൾ അവളെ എടുത്തുകൊണ്ടുപോയി തുണിത്തൊട്ടിലിൽ കിടത്തി താരാട്ട് പാടി ഉറക്കി അവളെ ആശ്വസിപ്പിച്ചുറക്കുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു പാട്ടുകാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് കുട്ടി എഴുതിയത്. വീണ്ടും എഴുതിയ കുട്ടി, എന്റെ അമ്മയെ പോലെ ഒരു ശില്പിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വിവിധ വീടുകളിൽ പണിക്ക് പോയിട്ട് കിട്ടുന്ന പച്ചരി കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇടിച്ചു പൊടിച്ച് അത് കമഴ്ത്തി വെച്ച സ്റ്റീൽ പ്ലേറ്റിന്റെ മുകളിൽ ഗ്ലാസ് കൊണ്ട് വിവിധ ആകൃതിയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു കലാകാരിയെ, ആ ശില്പിയെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കുട്ടി എഴുതിയത്. ടീച്ചറുടെ കണ്ണു നിറഞ്ഞു തുടങ്ങി. വീണ്ടും കുട്ടി ആ ടീച്ചർ എഴുതി, എന്റെ അമ്മയെ പോലെ ഒരു കഥാകാരിയെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ കഴിയാതെ ചൂടുവെള്ളവും തന്ന് അടുത്ത് കിടത്തി വിശന്ന് കരയാൻ പോകുന്ന ഞങ്ങൾക്ക് മനോഹരങ്ങളായ കഥകൾ, മനുഷ്യന്റെ മനസ്സുകളിലെ നന്മകളെ തൊട്ടുണർത്തുന്ന പുരാണ ഇതിഹാസങ്ങളിലെ മനോഹരങ്ങളായിട്ടുള്ള കഥകൾ പറഞ്ഞു തരുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു കഥാകാരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മയെക്കാളും നല്ലൊരു അഭിനേത്രിയെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ വിശന്ന് കിടക്കുമ്പോ ഉറങ്ങാതെ കിടക്കുന്ന ഞങ്ങൾ കാണാതെ ഞങ്ങൾക്കൊന്നും തരാൻ കഴിയാത്തതിന്റെ വേദനയിൽ കണ്ണുകൾ നിറയുമ്പോൾ ആ നിറഞ്ഞ കണ്ണുകൾ ഞങ്ങൾ കാണാതിരിക്കാൻ അഭിനയിക്കുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു അഭിനേത്രിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് കുട്ടി എഴുതിയിരിക്കുകയാണ്. വീണ്ടും ആ കുട്ടി എഴുതി, എന്റെ അച്ഛൻ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചതാ. എന്റെ അച്ഛൻ ഒന്ന് പണിക്ക് പോയിട്ട് വന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിച്ച് കുളിച്ച ശേഷം
തൊട്ടടുത്ത പറമ്പിൽ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന നാളികേരം പാരയിൽ പൊളിച്ചു കൂട്ടുന്ന അത്രയും നല്ലൊരു കായികാഭ്യാസിയെ ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ആ കുട്ടി എഴുതി, ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ എന്റെ ഏട്ടൻ അനുജനായി, എന്റെ അനുജത്തി കേട്ടനായി ഈ വീട്ടിൽ എനിക്ക് പിറക്കണം. എന്റെ അച്ഛനും അമ്മയ്ക്കും മകനായി പിറക്കണം എന്നതാണ്, ഈ കുടുംബത്തിൽ തന്നെ എന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് വായിച്ചു തീർന്നപ്പോഴേക്കും പേപ്പറിലെ അക്ഷരങ്ങൾ മാഞ്ഞുപോയി ടീച്ചറുടെ കണ്ണുനീർ കൊണ്ട്. ആ ടീച്ചറുടെ ഇടം കൈ ഇരിക്കുന്നത് അവരുടെ വയറിന്മേലാണ്. അവർ അറിയാതെ പ്രാർത്ഥിച്ചു പോയി, ഭഗവാനെ 15 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ നരേന്ദ്രനെ നീ എനിക്ക് മകനായി തന്നില്ലല്ലോ എന്ന് ആ ടീച്ചർ പ്രാർത്ഥിച്ചു പോയി. മനസ്സിലായോ? ഇതെങ്ങനെ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? സംഭവിച്ചങ്ങൾ പറഞ്ഞുതരാം. സംഭവിച്ചത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത് അവർ ചെയ്ത കാര്യം, എല്ലാ പട്ടിണിയും മറന്നുപോയത് എങ്ങനെയാണെന്ന് അറിയാം. അമ്മക്കോഴിയുടെ കുഞ്ഞുമക്കളെ അമ്മ എന്താ ചെയ്യാ? കുഞ്ഞുമക്കളെ എന്താ ചെയ്യാ? അവരുടെ ചിറകിനടിയിൽ സൂക്ഷിച്ചു കൂട്ടൂലേ? ആ ചിറകിനടിയിൽ ചൂട് കൊടുത്ത് കൊണ്ടു നടക്കുന്നത് പോലെ ആ കുഞ്ഞുമക്കളെ എപ്പോഴും കൂടെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് മുത്തം കൊടുത്ത് സ്നേഹിച്ചു കൊണ്ടു നടന്നതാ. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ആ വീടും അച്ഛനും അമ്മയും അവന് സ്വർഗമാവൂലേ? മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഇതുപോലൊരു കഥാകാരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ, ആ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ അച്ഛനമ്മമാർ തന്റെ ദൈവമാണെന്ന് തിരിച്ചറിയുന്ന, ഈ കുടിലാണെങ്കിൽ പോലും തനിക്കത് കൊട്ടാരമാണെന്ന് തോന്നുന്ന, നന്മ വളർത്തുന്ന മനോഹരങ്ങളായ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെ മനോഹരങ്ങളായ കഥകൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെയായത്. നിങ്ങൾ മനസ്സിലായോ? ഇല്ല, മനസ്സിലായി? ആരും മിണ്ടുന്നില്ല. മിണ്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. എങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഒരു കഥ പറഞ്ഞു കൊടുത്തൂടെ? ഇല്ല, പറഞ്ഞു കൊടുക്കൂല. പറയും. ഏത് പറയും? ഒന്നറിയത്തില്ലേ, നമ്മുടെ കുമാറിന്റെ കഥ പറഞ്ഞൂടെ? ഏതാ കുമാർ? താമരശ്ശേരി. അപ്പൊ കുട്ടിക്ക് തോന്നുന്നില്ല ഞാനും ഒരു സത്യസന്ധനാണോ? തോന്നുന്നില്ല. നമ്മുടെ ഗ്രാമത്തിൽ എത്രയുണ്ട്? അപ്പൊ അതാണ് ഉദാഹരണമായി പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല പാഠങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ വളരെ നന്നായി മാറും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഒരു മാതൃകയാകുന്നത് നല്ലതാട്ടോ. മാതൃക ഞാൻ വേണം ഒരു മാതൃക കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ടീപ്പോയിലിരുന്ന ഗ്ലാസ് 2 വയസ്സായ കുട്ടി ഓടിപ്പോകുന്നതിൽ തട്ടിയിട്ട് നിലത്തോടെ പൊട്ടിപ്പോയി. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാവാറുണ്ടോ? 2 വയസ്സ് 1.5 വയസ്സുള്ള കുട്ടി തട്ടി ഗ്ലാസ് താഴെ വീണു, പൊട്ടിപ്പോയി. ശബ്ദം കേട്ടു. അച്ഛൻ മുകളിലെ മുറിയിലല്ല അപ്പുറത്തെ മുറിയിൽ വിളിച്ചു നോക്കി, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഓടിച്ചു നോക്കുമ്പോൾ കാണുന്നത് കുട്ടി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കാണ്. എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. ഗ്ലാസ് പൊട്ടിയതാ. ഉടനെ തന്നെ അമ്മ എന്ത് ചെയ്തു? നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്തു ഞാൻ പറഞ്ഞുതരാം. വേഗം തന്നെ കുട്ടീനെ എടുത്തിട്ട് അച്ഛൻ ചോദിക്കുമ്പോൾ പറയും, ആ ഒന്നുമില്ല, പൂച്ച ഗ്ലാസ് തട്ടിയിട്ടാണല്ലോ. എന്ത് പറയും? സത്യമാ എന്താ പറയാ? പൂച്ച പൂച്ച പൂച്ച. പക്ഷെ അവിടെ കുഴപ്പമുണ്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാനും നിങ്ങളും അത് എന്തിനാ ചെയ്തത്? ആ കുഞ്ഞു മനസ്സ് വേദനിക്കാതിരിക്കാനല്ലേ? പക്ഷെ അവിടെ എന്താ മനസ്സിലായോ? കുട്ടി പൊട്ടിച്ച ഗ്ലാസ് പൂച്ചയാന്ന് പറഞ്ഞപ്പോ കുട്ടി വലുതാവുമ്പോ ഇനി എല്ലാം അങ്ങനെ പറഞ്ഞോളൂ. അവന് നുണ പറയാനുള്ള ബാലപാഠം നമ്മൾ കൊടുത്ത് ഇത് കൊടുക്കരുത് കേട്ടോ. അതാ നാട്ടിലെല്ലാം കള്ളന്മാരായത്. കള്ളന്മാരെന്ന് പറഞ്ഞാൽ നുണ പറയുന്നവരെ നാട് മുഴുവൻ. സത്യം പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയുണ്ട്? വളരെ കുറവാണ്. നിങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. അപ്പൊ ഇതെന്താ കാരണം? എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ശരിയാണോ കുട്ടി? അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരു വില്ലേജ് ഓഫീസറുടെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു കുട്ടീനെ ഒന്ന് ഉപദേശിക്കണമെന്ന്. അതെന്താണെന്നറിയോ? കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അവൻ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഒക്കെ പെണ്ണ് കെട്ടോണ്ട് വരും. വെറുതെ എടുത്തോണ്ട് പോവുകയാണ്. ഇത് മൂപ്പ എന്നോട് പറഞ്ഞു, മാഷേ ഞാൻ അവനോട് പറയുന്നതാണ് എടുക്കണ്ടെന്ന്. ഇവ കേൾക്കണ്ടേ? മാത്രമല്ല മാഷേ, ഞാൻ ഓഫീസിൽ നിന്ന് എത്ര പെണ്ണാ വീട്ടിൽ കൊണ്ട് ഇടുന്നത്, പിന്നെ അവൻ അതിന്റെ ആവശ്യമുണ്ടോ? മനസ്സിലായോ? ഞാൻ ഓഫീസിൽ നിന്ന് എത്ര പെണ്ണാണ് വീട്ടിൽ കൊണ്ടിടുന്നത്, പിന്നെ അവന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ അവൻ എടുക്കാതിരിക്കുവോ? ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ആരെയാണ് കുട്ടികൾ അനുകരിക്കുന്നത്? 4 വയസ്സ് വരെ പ്രത്യേകിച്ചും ആരെയാണ് അനുകരിക്കുന്നത്? ഹലോ, ആരെയാ? അതാണ് അനുകരിക്കുന്നത്. എന്താണ്? ആരെ വീണോ? എല്ലാവരും കൂടെ പോണ്ട. അപ്പൊ എല്ലാരും കൂടെ പോണ്ട. അത് നോക്കിയിട്ട് അവർ പറയും. അത്രേ ഉള്ളൂ. ഒരു മോട്ടോർ സൈക്കിളും എല്ലാം ചെരിഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി ഇരിക്കണം. കുഴപ്പമൊന്നുമില്ല. അത് നല്ല ഇറക്കമല്ലേ, അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ തെന്നിപ്പോവും. അതുകൊണ്ടാ സ്പീഡിൽ പോകില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്ന ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞു? ഞാൻ തന്നെ മറന്നുപോയി. ഹലോ സുഹൃത്തുക്കളെ, സമയം നോക്കുന്ന എത്ര സമയം?
ഇതൊക്കെ ഒന്ന് ഇടണോ? കലാപരിപാടി ഇല്ലേ? ആദ്യം ഒന്ന് ചുരുക്കാം. കലാപരിപാടി ഉണ്ടല്ലോ അല്ലേ? ഞാനതിങ്ങനെ ചോദിച്ചു മറന്നുപോയിക്കണ്ട. ഞാനത് നീട്ടി പറയുന്നില്ലെങ്കിൽ, കാരണം ഇനി ബാക്കി പറയേണ്ട അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ പോരെ, ഉത്സവം കഴിയുമ്പോൾ എന്നാലും മതി അല്ലേ? നാളെ പോയി ശരിയാവില്ല. അപ്പൊ ഞാൻ നോക്കട്ടെ, ചുരുക്കാം അല്ലേ? നമ്മുടെ കുട്ടികൾ കളിക്കണ്ടേ? അത് മര്യാദകേടല്ലേ? പറഞ്ഞു ഇങ്ങനെ പിന്നെ നമുക്ക് കൂടാലോ. വേണമെങ്കിൽ നിങ്ങൾ മാതൃസമിതിക്കാർ വിളിച്ചു കൂട്ടിയാൽ മതി. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആവശ്യപ്പെടില്ല. വേണമെങ്കിൽ എപ്പോൾ വിളിച്ചാലും ഞാനിവിടെ വന്നിരിക്കും. ഒരു കട്ടൻ ചായ മാത്രം തന്നാണ്. വേണമെങ്കിൽ വരാം. വേണ്ടണം എന്നല്ലേ? വേണോ വേണ്ടെന്നറിയില്ല. ഓക്കെ, അത് ഇങ്ങനെ നീട്ടി പറഞ്ഞ ആ മക്കളും ചായ വിട്ട് നിൽക്കുന്നുണ്ടാവും. ഡാൻസ് ഒക്കെ അല്ലേ? അയ്യോ, എന്നാ പിന്നെ ഞാൻ ചുരുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ലേ? എന്തായിരുന്നു നമ്മുടെ ഒരു സ്വഭാവം വീട്ടിലുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളെ, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുട്ടികൾ ഈ ലഹരിക്കൊക്കെ അടിമയാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾ ലഹരി ഒന്നും ഉപയോഗിക്കരുതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വീട്ടിൽ ഈ വലിക്കുന്നതും അതുപോലുള്ള സംഗതികളൊക്കെ ആദ്യം നമ്മൾ ഇല്ലാത്തവരായിരിക്കണം. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും ഉണ്ടാവില്ലായിരിക്കും. അഥവാ ആരെങ്കിലും ഉണ്ട്, എന്ത് ചെയ്യണം? നമ്മൾ ഇനി അത് ഉപേക്ഷിക്കുന്ന നല്ല മനുഷ്യരാവണം. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാവും ആ മക്കൾക്കും അതേപോലെ നല്ല പാഠം നമ്മളിൽ നിന്ന് കിട്ടും. ഞാൻ അത് വീട്ടിൽ പറയുന്നില്ല, നേരം പോയല്ലോ. അപ്പൊ ഇതുപോലെയൊക്കെയാണ് പോകേണ്ടത്. അതുപോലെ എനിക്ക് ഇനി വിഷയങ്ങളെ കടക്കാൻ നിവൃത്തിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ രാവിലെ എഴുന്നേക്കാറില്ലേ? എപ്പോഴാണ് എഴുന്നേക്കുന്നത്? പുലർത്തെ എഴുന്നേക്കണമെന്നാട്ടോ പറയുന്നത്. അങ്ങനെ എഴുന്നേക്കാറുണ്ടോ? ഞാൻ അടുത്ത ദിവസം എല്ലാ വീട്ടിലൊന്നും വന്ന് നോക്കാം, ബെല്ലടിച്ചത്. അപ്പൊ എഴുന്നേക്കുമ്പോ എന്താ ചെയ്യേണ്ടത് കുട്ടിക്കറിയാമോ? ആദ്യം ചെയ്യേണ്ട ഒരു പണിയുണ്ട്. നമ്മൾ പുതപ്പ് എന്ത് ചെയ്യണം? ചുരുട്ടിക്കൂട്ടി മാറ്റി വെക്കണം. വേണ്ടേ? എങ്ങനെ ചുരുട്ടിക്കൂട്ടി എങ്ങനെ വെക്കണം? ഒച്ചത്തിൽ പറഞ്ഞു കൊടുത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുവരെ നമ്മൾ രാവിലെ പുലർത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പുതപ്പ് നല്ല വൃത്തിയായി മടക്കി വെക്കാത്തവർ കൈ വെക്കണ്ട. പക്ഷെ നാളെ മുതൽ മടക്കി വെക്കുമെന്ന് ഉറപ്പുള്ളൊരു കൈ വെക്കുക. ആരും ചെയ്യൂല. മോനെ വിടുക്കെ, നിങ്ങൾ ചെയ്യൂല. ഇതുവരെ ചെയ്തോണ്ടിരുന്നവരും ചെയ്യൂലേ? അങ്ങനെ ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പൊ അതുപോലെ കുറെ കാര്യങ്ങളില്ലേ. പിന്നെ ഷീറ്റൊക്കെ, ബെഡിന്റെ ഷീറ്റൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ വെക്കണ്ടേ? പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ചെല്ലുകയാണെങ്കിൽ മക്കൾ വരികയാണെങ്കിൽ അവരെന്ത് പഠിപ്പിക്കണം? കൃത്യമായ ഒരു സ്ഥലത്ത് ചെരുപ്പ് വെക്കണം. കൃത്യമായ ഒരു സ്ഥലത്ത് കുപ്പായൊക്കെ ഊരിയിടണം. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ കൃത്യമായ ഒരു സ്ഥലത്ത് ബാഗ് വെക്കണം. ഇതൊക്കെ പഠിപ്പിക്കോ? പിന്നെ നമ്മുടെ ഭർത്താക്കന്മാരല്ല, ഭർത്താക്കന്മാർ അവര് വരുമ്പോ അവര് വണ്ടിയുടെ ചാവിയൊക്കെ എവിടെ വെക്കണം? ഇന്ന് ഇവിടെ വെച്ചു, നാളെ അവിടെ വെച്ചു. അപ്പൊ എന്ത് പറ്റുമെന്ന് അറിയോ? ഉദാഹരണത്തിന് നമ്മുടെ കുട്ടി സ്കൂൾ ബസ്സിൽ പോകുന്നതെന്ന് വിചാരിക്കാം. സ്കൂൾ ബസ് വരാറായി. കുട്ടി യൂണിഫോം ഇട്ടിട്ട് നോക്കുമ്പോൾ ഷൂസ് കാണുന്നില്ല. എവിടെ ഇട്ടെന്ന് അറിയില്ല. അതാ വട്ടം കറങ്ങി ഓടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സോക്സ് കാണുന്നില്ല. അങ്ങനെ ഓടി പിടിച്ച് എല്ലാം തെരഞ്ഞു വന്ന് വണ്ടിക്കാർ കുറച്ച് നിർത്തി ഓടടിച്ച് അവര് പോയി. ഇനി എന്താ ചെയ്യാ? അയ്യോ, വണ്ടി പോയാലോ, ഇനി എന്താ ചെയ്യാ? ഉടനെ അമ്മ പറയും, അച്ഛനോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യാം, സ്കൂട്ടർ എടുത്തിട്ട് വേഗം കൊണ്ടുപോകും, അടുത്ത സ്റ്റോപ്പിൽ കുട്ടികൾ കയറാണ്ട് അവിടെ കൊണ്ടുവിടാം. അപ്പൊ അച്ഛൻ എന്താന്ന് പറയാം? സ്കൂട്ടർ എടുക്കാൻ പോകുന്ന താക്കോല് കാണുന്നില്ല. അച്ഛൻ വീട് ചുറ്റും ഓടുകയാണ് താക്കോല്. ഇങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ സംഭവിക്കാറുണ്ടോ? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു നിർത്താൻ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായ ഒരു കാര്യം അതാണ്. ഏതാണെന്നറിയാമോ? കൃത്യമായി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നന്നായി മടക്കി വെക്കുന്നത്, ബെഡ് വിരിച്ചിടുന്നത്, അതുപോലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ പല്ല് തേക്കുന്നത്, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ് തീരില്ല. പിന്നെ ഓരോ സാധനവും വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെക്കുന്നതൊക്കെ നമുക്ക് വേണം. ഏറ്റവും അധികം ശുചിത്വം വേണ്ട സ്ഥലത്തിന്റെ പേര് നമ്മുടെ ബാത്റൂമാണ്. നമ്മുടെ ബാത്റൂമില്ലേ? ബാത്റൂം ഏറ്റവും നന്നായി എപ്പോഴും ശുചിയാക്കി വെക്കുക. അതിനകത്ത് ഉപയോഗിക്കുന്ന ബക്കറ്റ്, ഒന്ന് വീട്ടിൽ പോയിട്ട് ബക്കറ്റിനുള്ളിൽ കൈയിട്ടൊന്ന് തടവി നോക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നല്ല വൃത്തിയായി കഴുകി കമത്തി വെക്കണം. അതിനൊരു മഗ്ഗില്ലേ, കപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതടക്കം എല്ലാം വൃത്തിയായിരിക്കണം. ചെറിയ വീടായാലും വലിയ വീടായാലും ശരിയല്ലേ? ഇതൊക്കെ നമ്മുടെ ഹൈന്ദവ ധർമ്മമാണ്. അതുപോലെയുള്ള എല്ലാം ചെയ്യുക. ഇങ്ങനെ ഒത്തിരി പറഞ്ഞാൽ തീരാത്തത്, സമയം പോയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് ആവശ്യമായ എല്ലാം നമുക്കുണ്ട്. സനാതന ധർമ്മം എന്നാണ് അതിന്റെ പേര്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും മടി ഉണ്ടാവരുത് എന്നുള്ള പ്രധാന കാര്യമാണ്. നമ്മുടെ ജീവിതം പരാജയപ്പെടുത്തുന്നത് മടി കൊണ്ടാണ്. നാളെയാട്ടെ. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറെ കുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറയും, മോളെ ഹിസ്റ്ററി നാളെ പഠിച്ചുകൊണ്ട് വരണം പറയും. ഹമീദ് മാഷ് പറയും ഹിന്ദി പഠിച്ചുകൊണ്ട് വരണം പറയും. പിന്നെ മലയാളത്തിന്റെ ശോഭ ടീച്ചർ പറയും മലയാളം പഠിക്കുമെന്ന് പറയും. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വീട്ടിൽ വന്നിട്ട് 8 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് എടുത്ത് സോഷ്യൽ എടുത്ത് ഇങ്ങനെ വായിക്കാണ്. 1ാം ലോകമഹായുദ്ധം അല്ല, ഹമീദ് മാഷ് ഹിന്ദി അല്ലേ പഠിക്കാൻ പറഞ്ഞത്? അതാട്ടെ, ഹമാരാ ദേശ് അല്ലെങ്കിൽ മലയാളം ആയാലോ, അല്ലെങ്കിൽ നാളെ രാവിലെ തൊട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ തുടങ്ങിയവരൊന്നും അവിടെ എത്തിയില്ല. ശരിയാണോ? അപ്പൊ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇവിടും തീരുമാനിച്ചിട്ട് പോകാവൂ. ഇപ്പൊ ഇവിടെ തീരുമാനിക്കണം. അതാത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ കഴിയോ? PSC പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു, 6 മാസം കഴിഞ്ഞിട്ടാ പരീക്ഷ.
അപ്പൊ പഠിക്കാൻ തുടങ്ങണം. അത് സമയമുണ്ടല്ലോ, സമയമുണ്ട്. അവസാനം ഹാൾ ടിക്കറ്റ് കിട്ടി, 10 ദിവസം കൊണ്ട് ജയിക്കൂലല്ലോ. അതാണ് സംഭവിച്ചത്. അപ്പൊ അതുപോലെ തന്നെയാണ്. അതുപോലെ ഒരു കർഷക തൊഴിലാളി ചെന്നിട്ട് ഒരു സ്വാമിയോട് പറഞ്ഞു, എനിക്ക് ഒരു രക്ഷയില്ല, ജീവിതത്തിൽ ഒരു വിജയവും ഇല്ല, സങ്കടം വന്നു. അപ്പൊ ഈ സന്യാസിക്ക് മനസ്സിലായി ഇവൻ മടിയനാണ്, ഒരു പണിയും സമയത്ത് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് സ്വാമി പറഞ്ഞു, നിനക്ക് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. എന്നിട്ടൊരു കഥ പറഞ്ഞു കൊടുത്തു. അതുകൂടെ ഞാൻ പറയുന്നുള്ളൂ. കഥ എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു രാജാവ് നടക്കാനിറങ്ങുന്ന സമയത്ത് പുലർച്ചെ നടക്കുന്ന കൂട്ടത്തിൽ ഒരാൾ വഴിക്ക് കണ്ടുമുട്ടി. ഈ കണ്ടുമുട്ടിയത് രാജാവിന്റെ കൂടെ പണ്ട് പഠിച്ച സഹപാഠിയാണ്. അയാൾ ഇന്ന് യുവാവാണ്. ഈ സഹപാഠിയുടെ കുഴപ്പം ഇതുപോലെയാണ്, നാളെ ആട്ടെ എന്നിട്ട് ഒരു പണി എടുക്കൂല. അങ്ങനെ ഒരു രക്ഷയില്ല, പട്ടിണിയായിട്ട് അങ്ങനെ കിടക്കുകയാണ് വീട്ടില്. ഇവനാണ് ഈ വന്ന് കണ്ടുമുട്ടിയത്. അപ്പൊ രാജാവ് ചോദിച്ചു, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? രാജാവ് നമ്മള് കൂട്ടുകാരല്ലേ, പരിചയപ്പെട്ടു. അപ്പൊ നിനക്കെന്താ സ്ഥിതി? അപ്പൊ പറഞ്ഞു, എനിക്ക് ഒന്നുമില്ല, ആകെ മോശമാണ്, ഒന്നുമില്ല, ഒരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രാജാവിന് മനസ്സിലായി ഇവൻ മടിയനാണ്. അപ്പൊ രാജാവ് അയാളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്ന, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊട്ടാരത്തിലേക്ക് വരിക. കൊട്ടാരത്തിലേക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വന്നാൽ നിനക്ക് ആവശ്യമുള്ള സകല സമ്പത്തും ഞാൻ തന്നിരിക്കും, കേട്ടോ. മുഴുവൻ സ്വത്തും ഞാൻ തന്നിരിക്കും, നിനക്ക് ആവശ്യമുള്ളതല്ല. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വരണം, അത് കഴിഞ്ഞാൽ തരൂല. ഞാൻ വന്നോളാന്ന് പറഞ്ഞു. ഇവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് കെട്ടികളോട് പറഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടടി, ഇനി നമ്മള് ഇന്ന് രാജാവിന്റെ കൊട്ടാരം, ഞാൻ കൂട്ടുകാരൻ രാജാവിനെ കണ്ടു, അങ്ങോട്ട് ചെന്നാൽ മതി സൂര്യാസ്തമയത്തിന് മുമ്പ്. അപ്പൊ കെട്ടിയോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞോ, ഇന്നപ്പൊ തന്നെ പോയിക്കോളി, സഞ്ചിയൊക്കെ എടുത്ത്. അതിന് ഇപ്പൊ പോണത് സമയമില്ലേ, 11 മണിയല്ലേ ആയുള്ളൂ. നീ ഭക്ഷണം എടുത്ത് കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല ക്ഷീണം. മുമ്പ് പറഞ്ഞു, ഞാനൊന്ന് വിശ്രമിക്കട്ടെ, കുറച്ച് കിടക്കട്ടെ. കിടന്ന് കണ്ണു തുറന്നു നോക്കുമ്പോഴത്തേക്ക് 2 മണിയായി, ഉറങ്ങിപ്പോയി. അവിടെ തന്നെ ഇറങ്ങി സഞ്ചിയൊക്കെ ഇട്ടൊന്ന് ഓടി. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോ നല്ല വെയിൽ ഇങ്ങനെ പോയപ്പോ അയാൾക്ക് തോന്നി, ഇപ്പൊ സമയം 3 മണിയല്ലേ ആയുള്ളൂ, എന്തിനപ്പോ ഇത്ര ഓടിപ്പാഞ്ഞു പോകണം. ആ മരത്തിന്റെ ഒട്ടി കുത്തിരുന്നു, നല്ല തണലത്ത് കുത്തിരുന്നപ്പോ പണ്ട് മുയൽ ഉറങ്ങിയ പോലെ ഉറങ്ങിപ്പോയി. അവിടെ അങ്ങോട്ട് ഉറങ്ങിയിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോ രാത്രിയായി പോയി. ഹലോ, അവിടെ ഇരുന്ന് മെല്ലെ പോയി ഇരുന്ന് വിശ്രമിച്ചു പോകാതെ പോയി. ആളെന്ത് പറ്റി? ഇരുന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി കൊട്ടാരത്തിന്റെ അടുത്തെത്തിയപ്പോ കൊട്ടാരത്തിന്റെ ഗേറ്റ് അടച്ചിട്ടിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കയറാൻ പറ്റൂല. എന്തൊക്കെ കിട്ടാനിരുന്നോന്നറിയോ പോയത്? അപ്പോൾ ഇതൊരു നല്ല പാഠമല്ലേ? അപ്പൊ എന്താണ്, തെങ്കൂറ്റിക്കാരായ ഭക്തജനങ്ങളെല്ലാം ഇവിടെ നിന്ന് ഇപ്പൊ തീരുമാനിക്കാണ്, കൃത്യസമയത്ത് എല്ലാം ചെയ്യുന്നൊരു ശീലം ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ നമ്മൾ കൃത്യമായി ചെയ്യും. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്ന് അഴിച്ചിടുന്ന സാരി അല്ലെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ ഷർട്ട് 2-3 കൂടെ കൂട്ടി മറ്റന്നാൾ അലക്കാമെന്ന് വെക്കൂലല്ലോ. വാക്ക് തരണം. ഇന്ന് തന്നെ അലക്കോ? ഇല്ല. 2 ആഴ്ച കൂട്ടിയിട്ടിട്ട് മൊത്തം അലക്കിയിട്ട് എന്റെ ദൈവമേ ഒരു വേദനയാണോ എന്ന് പറഞ്ഞ വരാനാണോ? കറക്റ്റ് ചെയ്യൂലേ? ഓക്കെ ആണോ? അപ്പൊ കുട്ടികളായാലും അതാത് പാഠങ്ങൾ കൃത്യസമയത്ത് പഠിച്ചാൽ അവർക്കും നല്ല നിലയിലെത്താം. കുട്ടികൾ കേട്ടായിരുന്നോ? ഇനി ഞാൻ നീട്ടുന്നില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ ജീവിതം നന്നായി വരാൻ വേണ്ടിയിട്ടാണ് ദേവി അവിടെ ഇരിക്കുന്നത്. നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, നമ്മളതെല്ലാം അനുസരിച്ചാണ്. അതത് അനുസരിച്ചില്ലെങ്കിൽ മാത്രം രക്ഷ കിട്ടും. സായിബാബ പറഞ്ഞിട്ടുണ്ട്. സായിബാബ 8 വയസ്സുള്ളപ്പോൾ ഒരു നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നാടകത്തിലുള്ള കാര്യം ഇതാണ്, പറഞ്ഞു കുടുങ്ങിപ്പോയി, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാം. അതെന്താ പറയാ, അതില് സായിബാബയുടെ നാടകത്തിൽ കൃഷ്ണൻ എന്ന പേരിൽ സായിബാബ എന്താ പറയാ അഭിനയിച്ചിരുന്നു എന്നാ പറഞ്ഞത്. ശരിക്കും അതിൽ ആദ്യം സായിബാബയുടെ അമ്മയാണ് രംഗം. അമ്മ എന്ന് കഴിഞ്ഞാൽ ഭാഗവതം വായിച്ചിട്ട് അർത്ഥം പറയാം. ആ അർത്ഥം പറഞ്ഞതിൽ പ്രധാനമായിട്ട് പറയുന്നത്, പലരും വരെ തട്ടിപ്പോയിട്ട് വരും, സഹായം ചോദിച്ചു. ഈ സന്യാസിമാരുടെ വേഷമൊക്കെ കെട്ടിയിട്ടൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വരും. അവർക്കൊന്നും കൊടുക്കരുത്. ശരിക്കും ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്ത രോഗികളായിട്ടുള്ള പാവങ്ങളെ നോക്കിയും കണ്ടും വേണം സംഭാവന കൊടുക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭാഗവതത്തിന്റെ ക്ലാസ്സൊക്കെ കേട്ടിരുന്ന അമ്മമാരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു മൂശക്കൊമ്പനായിട്ടുള്ള ഒരു ചങ്ങാതി തട്ടിപ്പ് തരികയെന്ന് കണ്ടാൽ തന്നെ അറിയാം. അയാൾ വന്നിട്ട് സഹായം ചോദിച്ചു. രുദ്രാക്ഷമൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? വേഗം അകത്ത് പോയിട്ടുണ്ടായിരുന്നു, പൈസ കൊണ്ട് കൊടുത്തു. അപ്പൊ ഈ നോക്കി നിൽക്കുന്ന കൃഷ്ണൻ ചോദിക്കണമല്ലോ, അമ്മയല്ലേ പറഞ്ഞത് ഇങ്ങനെ തരികടയും തട്ടിപ്പുമായിട്ട് വേഷം മാറി വരുന്നവർക്ക് കൊടുക്കരുതെന്ന്. ഉടനെ അമ്മ കുട്ടികളോട് പറഞ്ഞ മറുപടി എന്താ പറയാ, ഈ പറയും പോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത രംഗം എന്ന് പറയുന്നത്, ഇവരുടെ അച്ഛൻ ഒരു ഓഫീസിൽ ഉച്ച സമയത്ത് ഇന്റർവെൽ സമയത്ത് ഇയാൾ കൂട്ടുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഒരു ക്ലാസ് എടുക്കുക. നമ്മളൊക്കെ ഇവിടെ എത്തിയത് വിദ്യാഭ്യാസം ചെയ്തിട്ടല്ലേ? അപ്പൊ നമ്മുടെയൊക്കെ കൈ കിട്ടുന്ന പൈസയിൽ ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് പഠിക്കാൻ കൊടുക്കണം. ആർക്ക് സഹായം കൊടുക്കണം? പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പൈസ ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കണം. നന്നായി പഠിക്കുന്ന കുട്ടികളെ സഹായിക്കണം. അങ്ങനെ പഠിക്കാൻ കഴിയാത്തവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്, അല്ലാത്തവർക്ക് കൊടുക്കരുത്. ഇത്രയും പറഞ്ഞപ്പോ പുറത്ത് ജനലിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടി കേട്ടു, ഒരു പരീക്ഷയ്ക്ക് 10 രൂപ ഫീസ് അടയ്ക്കാനുണ്ട്. അപ്പൊ ഇയാൾ പുറത്തിറങ്ങിയപ്പോ ഈ കുട്ടി വന്ന് ചോദിച്ചു, സാറേ എനിക്കൊരു 10 രൂപ പരീക്ഷയ്ക്ക് കൊടുക്കാനുണ്ട്, തരാവോന്ന് ചോദിച്ചു. ഇന്ത്യയിൽ ഒരു പൈസ ഇല്ല, ഇതുണ്ട് പേഴ്സ് നോക്ക്, ഇതിനകത്ത് ഒരു പൈസ ഇല്ല മോനെ എന്ന് പറഞ്ഞു വിട്ടു.
ആ കുട്ടി പോയി ഒരു അല്പം കഴിഞ്ഞപ്പോ ഹെഡ് ഓഫീസിൽ നിന്ന് 4 പേര് അവിടെ വന്നു. ഹെഡ് ഓഫീസിൽ 4 പേര് വന്നപ്പോ ഇവരെ സ്വീകരിച്ച് അകത്തോട്ട് കയറ്റി. എന്നിട്ട് എന്താ വന്നത് അപ്പൊ പറഞ്ഞു, പുതിയ ഓഫീസർ ചാർജ് എടുത്തിട്ടുണ്ട്, അയാൾക്ക് നമ്മളൊരു ജോയിനിങ് പാർട്ടി കൊടുക്കണം, അവിടെ ഓരോരുത്തരും 200 രൂപ വെച്ചതാണ്. അതിനെ വന്നത് ഇയാൾ വേഗം പേഴ്സിൽ 200 രൂപ എടുത്ത് കൊടുത്തു. അപ്പൊ കുട്ടി വീട്ടിൽ വന്നപ്പോ ചോദിക്കുകയാണല്ലോ, അച്ഛനല്ലേ പറഞ്ഞ വിദ്യാഭ്യാസം ചെയ്യാനുള്ള പാവങ്ങൾക്കാണ് സഹായം ചെയ്യേണ്ടത്, എന്നിട്ട് അച്ഛൻ പേഴ്സില്ലാന്ന് കള്ളവും പറഞ്ഞ കുട്ടി കൊടുത്തില്ല. അതുപോലെ ഈ പറയുമ്പോലൊക്കെ ചെയ്യാൻ പറ്റുമോ? അല്ല. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത രംഗം ഒരു +2 സ്കൂളിലാണ്. സ്കൂളിൽ അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അധ്യാപകൻ പറയും, നാളെ DDO പരിശോധനയ്ക്ക് വരുന്നുണ്ട്, ക്ലാസ് കേൾക്കാൻ വരുതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ 15 പാഠം പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. 15 പാഠം തീർക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ 10 തീർത്തുള്ളൂ. നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ഈ DO വരുമ്പോ അദ്ദേഹം നിങ്ങളോട് ചോദിച്ചാൽ പറയണം 15 പാഠം തീർന്നു എന്ന്. എന്താ ചെയ്യേണ്ടത്? 10 ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ, 15 പാഠം തീർന്നു എന്ന് ആരോട് പറയണം? ആ സാറിനോട് പറയണം. പിന്നെ മാത്രമല്ല, ഞാനിപ്പോ 16ാമത്തെ പാഠം പഠിപ്പിക്കും. ഈ 16ാമത്തെ പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചോദ്യോത്തരം തരും. നിങ്ങളത് നല്ലവണ്ണം നാളെ പഠിച്ചോണ്ട് വരണം. എന്നിട്ട് നാളെ ഞാൻ ആദ്യമായിട്ട് 16ാമത്തെ പാഠം പഠിപ്പിക്കുന്നതായിട്ട് നാളെ പഠിപ്പിക്കും അയാളുടെ മുന്നിൽ നിന്ന്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് കേട്ടിരിക്കും പോലെ എല്ലാ ഉത്തരവും പറയണം. അപ്പൊ എന്നെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവില്ലേ? എന്നിട്ട് 16ാമത്തെ പാഠം പഠിപ്പിച്ചു. അതെന്നറിയാം, ലോകത്തിലാകമാനം മനുഷ്യ മനസ്സുകളെ മഹാത്മാഗാന്ധിയെ അടക്കം മഹാത്മാവാക്കിയ ഹരിചന്ദ്രന്റെ സത്യസന്ധതയുടെ കഥയാ പഠിപ്പിച്ചത്. ഇത് പഠിപ്പിച്ചിട്ടാണ് മാഷ് എന്ത് പറഞ്ഞത്? ഇവിടെ 15 പാഠം പഠിപ്പിച്ചെന്നും പറയണം, 16ാമത്തത് ഇപ്പൊ പഠിപ്പിക്കാന്നും പറയണം. അപ്പൊ ഈ അധ്യാപകന്റെ ഈ പഠിപ്പിലും കൂടെ കണ്ടപ്പോ കുട്ടി ചോദിച്ചത് എന്താണ്, ഈ പറയുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് മനസ്സിലായോ? ഈ പറയുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല. അല്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ പറ്റാവുന്നതൊക്കെയും നടപ്പിലാക്കണം. അതുകൊണ്ട് തേക്കുംകുറ്റിയിലെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് കേട്ടതിൽ നിന്ന് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വന്നതിന് ഫലമുണ്ട്. അല്ലെങ്കിൽ വെറുതെ കേട്ടുപോയിന്നോളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മടിയൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ പെട്ട കൃത്യസമയത്തെല്ലാം ചെയ്യുന്നവരായി മാറിയാൽ എന്തായാലും വിജയിക്കും. കുട്ടികൾ പ്രത്യേകിച്ചും ഇനി നീട്ടി പറയുന്നില്ല.